بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله. الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه منيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. പരിശുദ്ധ റമളാനിന്റെ മഹനീയമായ ദിവസങ്ങൾ അല്ലാഹുവും അവന്റെ പ്രവാചകനും ആശിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ നിർദ്ദേശിച്ചതുപോലെ ആക്കി തീർക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖും കരുത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു മൃഗമുണ്ട്. എല്ലാ മനുഷ്യരുടെയും. ചിലർ ആ മൃഗത്തെ പോറ്റി വളർത്തും, തിന്നാൻ കൊടുത്തിട്ട്. വേറെ ചിലർ ആ മൃഗത്തെ പട്ടിണിക്കിട്ട് കൊല്ലും. ഏതായിരുന്നാലും സമ്പൂർണമായി മരിപ്പിക്കുവാൻ ആ മൃഗത്തെ സാധിക്കുകയില്ല മനുഷ്യന്. അതുകൊണ്ടാണ് ഖുർആൻ ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുന്നത്ര അല്ലാഹുവിനെ സൂക്ഷിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു മൃഗം കിടക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ മൃഗത്തിന്റെ ആഗ്രഹങ്ങളെയാണ്. മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു പറയുന്നു, നമ്മളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചപ്പം വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ, മനുഷ്യന്റെ മനസ്സ് അള്ളാഹു ഉണ്ടാക്കിയത് ധർമ്മവും അധർമ്മവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. രണ്ടും കൊള്ളും. അത് നമ്മളിഷ്ടാ. നമുക്ക് ചിലപ്പം ധർമ്മം വേണമെന്ന് തോന്നും, ചിലപ്പോൾ അധർമ്മം വേണമെന്ന് തോന്നും. ഏറ്റവും കൂടുതൽ വേണം തോന്നാറുള്ളത് അധർമ്മമാണ്. അങ്ങനെ ധർമ്മം വേണം എന്ന നിലയ്ക്ക് നമുക്ക് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സന്ദർഭം വളരെ കുറവാണ്. ആരെങ്കിലുമൊക്കെ മരിച്ച ദിവസം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്കൊരു അപകടം പറ്റിയ ദിവസം നിസ്കാരക്കുപ്പായം കഴുകലും നിസ്കരിക്കലും പ്രാർത്ഥിക്കലും പടച്ചവനോട് അടുക്കലും ഇനി മുതൽ മുഴുവനും അല്ലാഹ്ക്കാണെന്ന് പറയലും അതൊക്കെ നീങ്ങി കഴിയുമ്പോൾ വീണ്ടും നമ്മളുടേതായ യഥാർത്ഥ മൃഗത്തിലേക്ക് മെല്ലെ 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 ഊളിയിട്ടിറങ്ങുക ചെയ്യുക. അപ്പം ധർമ്മവും അധർമ്മവും മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. അതിനെ വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അധർമ്മത്തെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും, ധർമ്മത്തെയും വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനസ്സിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസാഹ, അതിനെ മലീമസപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. അപ്പൊ മലീമസപ്പെടുത്തിയാൽ പരാജയപ്പെടും, പരിഷ്കരിപ്പിച്ചാൽ സംസ്കരിപ്പിച്ചാൽ വിജയിക്കും. ഖുർആൻ പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു അല്ലദീനഹും ലിസ്സക്കാത്തി ഫായിലൂൻ, അവർ വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു വിശുദ്ധമായ മാർഗം അവർ പ്രാപിക്കുകയും അതോടൊപ്പം തന്നെ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും വേണം. അപ്പോൾ മനസ്സിനെ സംസ്കരിക്കണമെങ്കിൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ആവശ്യമുള്ള കാര്യമാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, അനാവശ്യമുള്ള കാര്യമാണോ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഉത്തരം പറയും, നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അനാവശ്യത്തിനോടാണ്. അല്ലെ? ആവശ്യത്തിനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, അനാവശ്യത്തിനോട് ഉണ്ടാകുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഏതായിരുന്നാലും മനുഷ്യന്റെ മനസ്സ്
ധർമാധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ ധർമ്മത്തിന്റെ അധർമ്മത്തിന്റെ ഇരുണ്ട മുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അള്ളാഹു നൽകിയ മനസ്സിനെ സ്ഫുടം ചെയ്യാതെ, അതിനെ സംസ്കരിക്കാതെ, അത് നമ്മൾ ഇവിടെ ജനിക്കുമ്പം അത് വളരെ പരിശുദ്ധമായിട്ടുണ്ടോ? അത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമുക്കറിയാം. കുല്ലു മൗലൂദിൻ യൂലദു അൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് പരിശുദ്ധതയിലാണ്, വളരെ മനോഹരമായ ധർമ്മത്തിലാണ്. പക്ഷെ പിന്നീട് വളരും തോറും നമ്മളുടെ മനസ്സ് അധർമ്മത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെ? സാധാരണ നമ്മൾ പറയാറുണ്ട്, പെൺകുട്ടികൾ വളരും തോറും അകത്തേക്ക് പോകണമെന്ന്, ആൺകുട്ടികൾ വളരും തോറും പുറത്തേക്ക് പോകണമെന്ന്. നേരെ ഓപ്പോസിറ്റ്. അപ്പം പെൺകുട്ടികൾ വളരും തോറും വലുതാകുന്നതിനനുസരിച്ച് അകത്തേക്ക് വലിയല്ലേ വേണ്ടത്, അല്ലേ? ആൺകുട്ടികളോ വളരും തോറും വളർന്ന് വരുമ്പോ പുറത്തേക്ക് അങ്ങ് പോകും, അങ്ങനല്ലേ? ആൺകുട്ടികൾ പുറത്തേക്ക് പോകണം വളർന്നു വരുമ്പോ, പെൺകുട്ടികളോ വളർന്നു വരുമ്പോ അകത്തേക്ക് വരണം. ഇപ്പൊ ഓപ്പോസിറ്റാണ്. ഇപ്പൊ പെൺകുട്ടികൾ വളരും തോറും പുറത്തേക്കും, ആൺകുട്ടികൾ വളരും തോറും അകത്തേക്ക് വരണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇരുണ്ട ഒരു മുഖം, കേട്ടോ. അത് നമ്മളുടെ സാംസ്കാരിക മേഖലക്ക് ഏൽപ്പിച്ച പരിക്ക് ചെറുതല്ല. ഇപ്പം ഭർത്താവ് അകത്ത് കിടന്നിട്ട് ആരാ കോളിമ്പലടിച്ച ആരാ പോയി വെക്കുന്നവരല്ലേ നമ്മളെ ഭർത്താവ് നമ്മളെ പറഞ്ഞേക്കുക, നമ്മൾ പുറത്തേക്കാ, മൂപ്പരകത്ത് കിടക്കുക, റൂമിൽ അറയെ കിടക്കുക. വലുതാവും തോറും മൂപ്പരകത്തേക്ക് വലിയ, അല്ലെ? നിങ്ങളോ സാധാരണ വേണ്ടത് പെണ്ണ് വളരും തോറും പുറത്തേക്ക് പോകുന്നതിന് പകരം അകത്തേക്ക് വരിക വേണ്ടത്, അല്ലെ? എങ്കിലല്ലേ ധർമ്മം നിലനിൽക്കുള്ളൂ. അവിടെ കട്ടെ, മനുഷ്യന്റെ മനസ്സിനെ സ്ഫുടം ചെയ്യാതെ നിൽക്കാൻ കഴിയില്ല. ജനിച്ചപ്പോൾ അങ്ങനെ നല്ല പരിശുദ്ധി ഉണ്ടായിരുന്നു. അത് വളരുന്നതിനനുസരിച്ച് നമുക്ക് അസൂയ പക ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ചെറിയൊരു പൈതലിനെ എടുത്തു കെടുത്തിയാൽ ആ പൈതലിനെ കുത്താൻ വേണ്ടി കടാരി കൊണ്ട് ഓങ്ങുന്ന വ്യക്തിയുടെ നേരെ പോലും പുഞ്ചിരി തൂകാനേ ആ കുഞ്ഞിന് കഴിയുള്ളൂ. അത്ര പരിശുദ്ധ. അതേസമയം വലുതാണനുസരിച്ച് ഓനെ കുത്താൻ എന്ത് വയ്യുണ്ട് നോക്കി നടക്കുന്ന കാലം വരും, അല്ലെ? കടാരി ഓന്റെ അടുത്ത് തിരിച്ചു വാങ്ങി കുത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് അവൻ വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ കുട്ടി പരിശുദ്ധതയിലായിരുന്നു. പിന്നെ വളരും തോറും അവരുടെ സാഹചര്യങ്ങൾ, കളവ് പറഞ്ഞിട്ടും തെറ്റുകൾ ചെയ്തിട്ടും ഒരുപാട് പോരായ്മകൾ ചെയ്തുകൊണ്ടും മനുഷ്യനങ്ങനെ മലീമസമായിക്കൊണ്ടിരിക്കും. അങ്ങനെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തതിന്റെ ഒരു ഭാഗം, നന്നാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പൊ നമ്മളൊക്കെ. ഇനി നമ്മളെ ഇരുണ്ട മുഖം, മറ്റതിപ്പോ നമ്മൾ പറഞ്ഞ ഭാഗം പിന്നെ വളരും തോറും പുറത്തേക്കിറങ്ങിയ ആൾക്കാരുടെ ഇരുണ്ട അവസ്ഥ നമ്മൾ കണ്ടത്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ നല്ല സംസ്കരണ പ്രക്രിയ ഒരുപാട് ചെയ്യുന്നവരാണ്. ഇപ്പോ സക്കാത്ത്, സദക്ക ഇതൊക്കെ കൊടുത്തിട്ട് കൂലി കിട്ടാണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടാവും മുഖം? നിസ്കരിച്ചു, ഉംറക്ക് പോയി, ഹജ്ജ് ചെയ്തു, എല്ലാ വർക്കും കൊടുത്തു, പക്ഷേ പരലോകത്ത് ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല. എങ്ങനെ ഉണ്ടാവും മുഖം? ഉദാഹരണം ഒന്നും കൂടി പറയാം. നിങ്ങൾ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ നിങ്ങളെ കുറെ ലഗേജ് പ്ലെയിനിൽ വിട്ടു, കരിപ്പൂർ വന്ന് ഇറങ്ങി നോക്കുമ്പോ നിങ്ങളതില്ല. എങ്ങനെ ഉണ്ടാവും മുഖം? അത് വേഗം മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ ഇവിടെ ജീവിച്ചു, നിസ്കരിച്ചു, നോമ്പ് വെച്ചു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിന്നു, ഒന്നുമില്ല. അവിടെ ചെന്ന് നോക്കുമ്പോ ലഗേജ് അവിടെ വന്നിട്ടില്ല. മത്സരയിൽ ലഗേജ് വന്നില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മളുടെ മുഖം ഇരുണ്ടു പോകും, അല്ലെ? അതേത് ദിവസമാണ് ആ മുഖം ഇരുളുന്നത്? ആ ലഗേജ് വരുന്ന ദിവസം ഏതാ? നമ്മളെ ലഗേജ് പരലോകത്തേക്ക് വരുന്ന ദിവസം ഹൽ അതാക ഹദീസുൽ ഗാശിയ, മുടിക്കളയുന്ന അരണ്ടൊരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് വല്ല വിവരവും മുഹമ്മദ് നബിയെ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഖുർആൻ തുടരുന്നു. ഉജൂഹു യൗമൈദിൻ ഖാശിയ, അന്നത്തെ ദിവസം കുറെ ആളുകളുടെ മുഖം ഇരുണ്ടതാണ്, ഭയവിഹ്വലമാണ്, സങ്കടപൂരിതമാണ്, ദുഃഖപൂരിതമാണ് അവരുടെ മുഖം. കാരണം ഖുർആൻ പറഞ്ഞതോ ആമിലത്തുൻ നാസിബ, ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല, നാസിബത്തായിപ്പോയി, പാഴായിപ്പോയി, എല്ലാം നിഷ്ഫലമായിപ്പോയി. എങ്ങനെയുണ്ടാവും? അതെന്താ കാരണം? അതാണ് അതിന്റെ മുഖത്തിന്റെ ഒരു കാരണം. ഒരുപാട് പ്രവർത്തിച്ചു, ഒന്നും കിട്ടിയില്ല. നിസ്കരിക്കാൻ കൈകെട്ടി, അപ്പോ നിസ്കാരത്തിന്റെ ഫലം എന്താ? ആദ്യത്തെ ഫലം എന്താ? നരക
മോചനവും സ്വർഗപ്രവേശനവും. അല്ലെ? കാരണം നിസ്കരിക്കാത്ത ആളുകൾ നരകത്ത് കടക്കുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സക്കർ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സക്കർ എന്ന നരകത്ത് കിടക്കാൻ കാരണം? മറുപടി എന്താ പറഞ്ഞത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിച്ചിട്ടില്ലായിരുന്നു. അപ്പോ നിസ്കരിച്ചിട്ടില്ല എന്ന കാരണത്താൽ നരകത്ത് പോവുകയാണ്. നിസ്കരിച്ചോലും നരകത്ത് പോവുകയാണ്. അതാരാ? നമസ്കരിച്ചവർ നരകത്ത് പോവും. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിച്ചവർക്ക് നരകമാണ്, നാശമാണ്. എന്താ? അല്ലദീനഹും മൻ സലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരായിരുന്നു. നിങ്ങൾ എത്ര ശ്രദ്ധ ഉള്ളോലാ? നിങ്ങൾ എത്ര ശ്രദ്ധ ഉള്ളോലാ? ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര ശ്രദ്ധ ഉണ്ട്? നിങ്ങളിപ്പോ ഒരു അസർ നിസ്കരിക്കുന്ന സമയം നമ്മളൊന്ന് കണക്കൂട്ടുക. ഇപ്പൊ പ്രത്യേകിച്ച് അസർ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളെ മെയിൻ പണി മനസ്സിൽ മുഴുവൻ എന്താ ഉണ്ടാകുക? എന്തായിരിക്കും? അല്ലാ, നമ്മളെ മറ്റേ എസ്മൂസ, ആ 3 കാലുള്ള എസ്മൂസ, പിന്നെ നിറച്ച പത്തിരി, ചട്ടിപ്പത്തിരി, പിന്നെ അങ്ങനത്തെ പലഹാരങ്ങൾ, പിന്നെ എനിക്കിതിന്റെ പേരൊന്നും അറിഞ്ഞൂടാ, കാരണം അത് കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ അറിയില്ല. എന്നാലും ഒരുപാട് ഉന്നക്കായി, വേറൊരു കായില്ലേക്ക് ഉന്നക്കായി, ഇങ്ങനത്തെ പല സാധനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അസറിന് ബാങ്ക് കൊടുത്തത്. അപ്പൊ ഇനി ആകെ കുറഞ്ഞ സമയമുള്ളൂ. ഒന്നാണെങ്കിൽ പിയാപ്പിളിയുണ്ട്, എല്ലാവരും ആണെങ്കിൽ വരാനും ഉണ്ട്, പഠിച്ചവനെ നിസ്കരിച്ചിട്ടുമില്ല, ആ പണിയാണ് കഴിച്ചാൾട്ടെ എന്നാണ് ഒതുണ്ടാക്കാൻ പോവുക. ഒതുണ്ടാക്കാൻ പോകുമ്പോ തന്നെ കയ്യെത്താൻ വരുമ്പോഴേക്ക് തന്നെ ബാങ്കൊന്നും ഇക്കാമത്തൊന്നുമില്ല. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഈ ബാങ്ക് ഇക്കാമത്തും കൊടുക്കേണ്ട ചില തെറ്റിദ്ധാരണ അതൊക്കെ വേണം കേട്ടോ. ഞാൻ ഇന്ന് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അപ്പൊ ആ വിഷയം അല്ലാത്തതുകൊണ്ട്. എന്നാലും പറഞ്ഞിട്ടേക്കാണ് ബാങ്ക് ഇക്കാമത്തോ കൊടുത്തോണ്ടിട്ടാ. നിസ്കരിക്കുമ്പോളേ ബാങ്ക് വേണോ ഇക്കാമത്ത് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാബിയോട് പറഞ്ഞ് ബാങ്ക് ഇക്കാമത്ത് കൊടുക്കാനാ. അപ്പൊ ബാങ്ക് ഇക്കാമത്തോ കൊടുക്കുക. അപ്പൊ അങ്ങനെ ബാങ്ക് ഇക്കാമത്തൊന്നും കൊടുക്കാൻ നേരം ഉണ്ടാവില്ല. മിക്കവാറും ഇങ്ങനെയാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു അക്ബർ ആണ് കൈയിട്ടു. കൈ കെട്ടിയ ഉടനെ പിന്നെ വരുന്ന പ്രാർത്ഥന എത്ര സ്പീഡിലാന്ന് ചോദിക്കാനും പറ്റില്ല. അത്ര സ്പീഡിൽ വേറൊന്നും ദുനിയാവിൽ നിങ്ങൾ ശ്വാസം വരെ എടുക്കുന്നില്ല. ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, അങ്ങനെ ഓതുകയാണ്. ഓതിയിട്ട് അങ്ങനെ റുക്കൂയിൽ പോകുന്നു. അതിലിടക്ക് മനസ്സിൽ മുഴുവനും ഈ ഉന്നക്കായിയാണ്. അല്ലാണ്ട് ഈ നരകത്തിന് രക്ഷപ്പെടാനുള്ള ഒരു നിസ്കാരമാണ് നിങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമസ്കാരത്തിൽ നിന്ന് എനിക്ക് സക്കർ എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിസ്കാരമാണ്. പെണ്ണുങ്ങൾ അധികം ആൾക്കാരും നിസ്കാരം കഴിക്കുക, നിസ്കാരം നിർവഹിക്കല്ല. നിസ്കാരം കഴിഞ്ഞാണ് നിസ്കാരം എങ്ങനെ കയ്യ? നിസ്കാരം കയ്യാളല്ല നമസ്കാരം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മൂത്രമൊഴിക്കാണ്ടായാൽ നിങ്ങൾ നിസ്കരിക്കരുത്, വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കരുത്, അമിതമായ ചൂടുണ്ടെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കരുത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഈ സമയത്തൊന്നും തന്നെ പടച്ചവനുമായുള്ള ബന്ധം നഷ്ടപ്പെടും. കാരണം പാത്താനിങ്ങനെ തെമ്പത്ത് നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുക? ബാങ്ക്. അപ്പൊ ലോറ് സ്കെച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. ഈ അതുകൊണ്ട് തന്നെ അസറും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം വിചാരിച്ചിട്ട്. അപ്പൊ രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കല അധിക പെണ്ണുങ്ങളും. മനസ്സിലല്ലേ? അപ്പൊ ഈ അസർ നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ ബാങ്ക് കൊടുത്തത് അതായത് അല്ലാ ഈ ഒതുകൊണ്ട് തന്നെ നിസ്കരിക്കുക. അപ്പൊ പകുതി മൂത്രം എവിടെ എത്തിക്കണോ എത്തിയില്ലെന്നൊന്നും അറിയില്ല. റുക്കുവിൽ പോകുമ്പോഴൊക്കെ എത്തിയിട്ടില്ലാതെ ഉറപ്പിച്ചിട്ടാണ് നിസ്കരിക്കുക ചുരുക്കി പറഞ്ഞാല്. എന്നാലും ഒന്ന് പാത്തിയിട്ട് തൽക്കാലം ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് നിസ്കരിക്കുക. കാരണം അങ്ങനെ നിസ്കരിച്ചാന്നുണ്ടാവും അള്ളാഹുമായിട്ട് ബന്ധം വരും. മറ്റേ ഇപ്പൊ എന്താ അറിയോ, ഇങ്ങോട്ട് സലാം വീട്ടി പറഞ്ഞാൽ പിന്നെ തേങ്ങരിക്കാതെ തെരിക പോലെ ഇത് ചുരുട്ടിയിട്ട് ബാക്കോട്ടൊരു ബലിക്കലൊരു പാച്ചില്ല. അപ്പൊ അവിടെ എത്തി നോക്കുമ്പോ കുറച്ച് എത്തിക്കണില്ലേ, എന്നാ ഇനി സാരില്ല അതിമലാണ്ട് ഒഴിപ്പിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പൊതുവെ ആളുകൾക്കുള്ളത്. അപ്പൊ അത് പോയി അല്ലേ. 2 സന്ദർഭങ്ങളിലും 2 അഹ്ബസ ഉണ്ടായാലും മലമൂത്ര വിസർജനത്തിന് ആഗ്രഹമുണ്ടായാൽ ആവശ്യമുണ്ടായാൽ നിങ്ങളാരും നിസ്കാരവുമായി അടുക്കല്ല വേണ്ടത്. പകരം ആ കാര്യം നിർവഹിച്ചതിന് ശേഷം. കാരണം എന്താ? നിങ്ങളും അള്ളാഹുമായി ബന്ധം വരില്ല. അപ്പൊ നിങ്ങളുടെ പ്രവർത്തനം എന്തായി പോകും? നാളെ പരലോകത്ത് വരൂല. ഇത് നാളെ മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ ലഗേജ് മയ്യത്തിന്റെ കൂടെ അങ്ങോട്ട് വരണം. അതിന് ലഗേജ് അങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്ത വർക്കൊക്കെ എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം. ഇപ്പൊ ദുബായിൽ ഒരു സാധനം കയറ്റി വിടുമ്പോൾ നിങ്ങളെ ഫുൾ അഡ്രസ്സും കാര്യമൊന്നുമില്ല, നിങ്ങളെ പാസ്പോർട്ട് നമ്പർ ഒന്നും ചെയ്യാണ്ട വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്ത് അങ്ങോട്ട് എത്തുമോ? അതേപോലെ തന്നെയാണ് എന്ത്? നമസ്കാരം നിങ്ങൾ നിർവഹിക്കുമ്പോൾ മലമൂത്ര വിസർജനത്തിന് ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. വിശക്കുന്നുണ്ട് ഒരാൾക്ക്, ഭക്ഷണമായി ചെയ്തണ്. അപ്പോ മറ്റേ അയലിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഓർമ്മിട്ട് എടുക്കുന്ന പ്ലേറ്റില് പൊരിച്ചതേ, അതിപ്പോ അധികം പറയണ്ട. അപ്പോ അതൊക്കെ ഉണ്ട്. പിന്നെ ആ സമയത്ത് നിസ്കരിക്കാൻ കൈയിട്ടാണ്. നിസ്കരിക്കാൻ എങ്ങനെ ആയിരിക്കും നിസ്കരിക്കുക?
അപ്പൊ ഇതൊന്നും ആര് ബന്ധം ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നമസ്കാരക്കാരൻ താൻ നമസ്കരിച്ച റക്അത്ത് എത്ര എന്ന് വരെ മറന്നു. എന്താ കാരണം? നിസ്കരിക്കാൻ കൈയെട്ടിയാൽ അപ്പം ശൈത്താൻ ഒരു ഫയലേറ്റ് വരും. എന്താ ഫയല്? ഉദുക്കുറ് കഥാവോ കഥ. അല്ല, അതൊക്കെ ചിന്തിച്ചോ, അതൊക്കെ ചെയ്തോ, പൊടി വറുത്തോ, പത്തിരി വറുത്താനുള്ള അതൊക്കെ ഏർപ്പാടാക്കിക്കണോ? കുട്ടികളോട് എനിക്ക് പറഞ്ഞു കൈയെട്ടിയാ പോരേ. വെല്ലിമനോട് ഇബ്ലീസ് അങ്ങനെ പറയാ, എനിക്ക് മോളോടൊക്കെ അതൊക്കെ പറഞ്ഞ ദിവസം കെട്ടിയാ പോരേ കൈ. ഒന്നുമില്ലെങ്കിൽ ആ പൊട്ടിനുള്ള പൊടിയെങ്കിൽ കുഴച്ചൂടേനോ? എന്നാ പിന്നെ നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ പുട്ട് വിട്ടുകൂടെയിരുന്നോ? ഇനിയിപ്പോ രണ്ടാമത് അതൊക്കെ ഫയലേറ്റ് വരികയാണ് നിസ്കരിക്കാൻ കൈയെട്ടിയപ്പോഴേ. പുട്ടിന്റെ പത്തിരിന്റെ പിന്നെ എന്നിട്ട് ചിലോലെ പുട്ടും പത്തിരിന്റെ പൊടിയൊക്കെ മില്ലിലായിരിക്കും, തുറന്നിട്ടുമില്ല. ഒരു മണിക്കൂറും കൂടി കഴിയും. ഓനൊരു അല്ലാ എന്നാണെങ്കിൽ ഒന്നുമില്ല. ഇനിയിപ്പോ പുട്ടിന്റെ പൊടി വാങ്ങിയിട്ട് ആക്കിയിട്ടാണെങ്കിൽ അതിനും നേരില്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞ അസ്റാണ്ട് നിസ്കരിച്ചു, അല്ലെങ്കിൽ ലോറ് നിസ്കരിച്ചു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഉദുക്കുറി കഥാവക്കഥ അതും ഇതൊക്കെ ചിന്തിച്ചു. അവസാനം ലായതിരി കം സലാസന്നം റാബിയ, നിസ്കരിച്ചത് 3 4 റക്അത്ത് നിസ്കരിച്ചത് അറിയില്ല. ആ വിധം നിസ്കരിച്ച് തള്ളി. അതവിടെ വരുമോ? ഇല്ല. ഖുർആൻ എന്താ പറയുന്നു? വുജൂഹു യൗമൈദിൻ ഖാശിയ, ഒരു വിഭാഗം ആളുകളുടെ മുഖം വളരെയധികം ഇരുണ്ടിരിക്കുന്നു. കാരണം എന്താ? ആമിലത്തുൻ നാസിബ, അവരുടെ പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, പാഴായിപ്പോയതാണ്. ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു, സക്കാത്ത് കൊടുത്തു. സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർ സക്കാത്ത് നമ്മളെങ്ങനെയാ കൊടുക്കേണ്ടത്? ഒരാള് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളല്ല കൊടുക്കേണ്ടത്. അയാൾ എവിടെയാണോ സംഘടിപ്പിക്കപ്പെടുന്ന ആ സംഘടിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? വാങ്ങിയോന് കൊടുത്തോനെന്നുള്ള ഉച്ചനീചത്വം ഉണ്ടാവില്ല, ചെറിയോന് വലിയോനുള്ള വ്യത്യാസം ഉണ്ടാവില്ല. ആരും അറിയില്ല ആര് വാങ്ങി ആര് കൊടുത്തു എന്നുള്ളത്. അതിനാണ് ഇസ്ലാം അത് ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് സക്കാത്ത് കൊടുക്കും. എന്നിട്ട് സക്കാത്ത് കൊടുക്കുന്ന എല്ലാ കൊടുത്ത സക്കാത്തും സദക്കയും നോക്കുകയാണെങ്കിൽ സദക്കായിരിക്കും അധികമാകുക. കാരണം സക്കാത്ത് 100 2.5 ഉറുപ്പികയുള്ളൂ. സദക്ക 100 നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ 50 കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ സദക്ക കൊടുത്തിട്ടുണ്ടാവും, ബാക്കി 50 എടുത്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. മറ്റേ 2.5 ഉറുപ്പിക ക്ലിപ്തമായ റേറ്റ് ഉണ്ട് അല്ലെ. ഈ സക്കാത്തൊക്കെ കൊടുക്കുന്നിടത്തും നമ്മള് അതും പോക്കും ഇല്ലാണ്ടാക്കും. അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല, തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്തു പറഞ്ഞുകൊണ്ടും ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ധർമ്മത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തിയാലും അവിടെ ചില ആൾക്കാര് സദക്ക കൊടുക്കും. സദക്ക കൊടുത്തതിന് ശേഷം കൊടുത്ത ഓളോട് തന്നെ പറയും, നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മളെ ബാപ്പിയും നമ്മളെ അമ്മയും നമ്മൾ കുടുംബപരമായി തന്നെ കൊടുക്കണോല. മറ്റോലതൊക്കെ പോക്കാൻ വേണ്ടി ഇവിടെ നമ്പറേ വല്യാപ്പിയും കൊടുക്കും, നമ്മളെ വല്യമ്മയും കൊടുക്കും. നമ്മളെ കൈ ഉണ്ടല്ലേ, നിങ്ങൾ ഓട്ടക്കൈയാണ്, അങ്ങനെ കാണിച്ചും കൊടുക്കും. അത് വേറെ ശിർക്കിന്റെ വിശ്വാസം വന്നു കേട്ടോ. നമ്മൾ ഓട്ടക്കൈയുള്ള കുടുംബം എന്റേത്, പിന്നെ അങ്ങനെയാണ് നമ്മൾ ശീലിച്ചത് അല്ലേ. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഈ നാളൊന്നും ഇങ്ങോട്ട് വരികയുണ്ട്, കുറച്ച് പാത്രം കഴുകാനാ, ഇത് വാങ്ങിയതിന് ശേഷം പാത്രം കഴുകാടൊക്കെ വരാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നു സദക്ക പൊളിക്കുന്നത്. സദക്ക ഇവിടെ കൊടുത്തിട്ട് ഒരാൾ അറിയാൻ പാടില്ല അല്ലേ. നമ്മൾ വലതേ കൈ കൊണ്ട് കൊടുത്താൽ ഇടത്ത് കൈ അറിയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നമ്മൾ വലത്ത് കൈ കൊണ്ട് കൊടുക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും നമ്മൾ ആളറിയിക്കണ്ട, നമുക്കുണ്ട്, കൂലി കിട്ടണം, അവിടുന്ന് തന്നെ വരണമെന്നുണ്ട്, ആമിലത്തുൻ നാസിബായി പോകരുത് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാലും നമ്മളൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടേക്കും ആരോടെങ്കിലും. ഇന്ന് നേരം വെളുക്കുമ്പോ തന്നെ കോളിബെല്ലടിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോ 5-8 പെണ്ണുങ്ങൾ. എന്താണ് ഇവൽക്കൊന്നും ഉറക്കൂല്ലേ. പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ടോ, അത് നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. ഞാൻ ഓരോരുത്തർക്ക് 500 റുപ്യ കൊടുത്തു. അത് മതിയാവില്ല അല്ലേ? ഇപ്പോഴത്തെ ഒക്കെ 500 റുപ്യ കൊടുത്താൽ മതിയാവില്ല. ഇപ്പൊ എന്ത് പറഞ്ഞ് വിളിച്ച് പറയല് പല കോലത്തിലാ കേട്ടോ. ഇപ്പൊ നമ്മളുടെ അമലും അള്ളിയായിട്ട് അറിഞ്ഞാൽ പോരാ, നാട്ടുകാർ മുഴുവൻ അറിയണം എന്നാണ് നമ്മളുടെ മെയിൻ വിഷയം. അപ്പൊ ചിലത് എടുത്ത് പറയും, ചിലത് പീഡിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും. ഇത് കൊടുത്തതിന് ശേഷം അതിന് ശേഷം പലതും പറഞ്ഞിട്ട് പല പണിയെടുപ്പിക്കുന്നവരുണ്ട്. ചില ആണുങ്ങളാണെങ്കിൽ മത്സ്യം ഇറച്ചിയൊക്കെ റോട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ഈ സറക്ക് സക്കാത്തൊക്കെ വാങ്ങുന്നതിനോട് ഇതൊന്ന് പല കൂടെ ഇട്ടാൽ പറയാം, കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ കൂലിയായി മാറുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, എടുത്ത് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ ഇസ്ലാമിലെ ഇബാദത്തുകൾ മുഴുവൻ ചെയ്തിട്ട് പരലോകത്ത് എത്തി നോക്കുമ്പോൾ ഒന്നിനും കൂലില്ല. അങ്ങനെ ആകുമ്പോൾ മുഖം ഇരുണ്ടു പോകും. അതാണ് ഖുർആൻ പറഞ്ഞത്, ഉജൂഹി യൗമൈദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. തസ്ലാ നാറൻ ഹാമിയ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകം അവർക്കുള്ളതാണ്. അതിന് കത്തി എരിയും അവര്. മുഖം ഇരുണ്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ ഈ അമലൊക്കെ അള്ളാഹു നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു പാസ്വേഡ് ഉണ്ട്. എന്ത്?
സ്വർഗത്തിലേക്ക് പരലോകത്തേക്ക് നമ്മളുടെ ലഗേജ് അള്ളാഹു ഇവിടുന്ന് വിടണമെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു പാസ്വേഡ് വേണം. അതാണ് ഇസ്ലാമിലെ തൗഹീദ്. തൗഹീദ് ഇല്ലാണ്ട് ബാക്കി ഇതൊക്കെ ചെയ്ത് നല്ല ഒരാളെ ദ്രോഹിച്ചില്ല, പീഡിപ്പിച്ചില്ല, തഖ്വയോടുകൂടി സദഖ കൊടുത്തു, സക്കാത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ അയാള് നമസ്കാരമൊക്കെ എന്താണ് ഖൗഫ്, നിസ്കരിക്കുമ്പോ ഇങ്ങനെ കരയും. അങ്ങനത്തെ മനുഷ്യനാണ്. നിസ്കരിച്ചിട്ട് കാര്യ മറ്റെണ്ണ കരച്ചിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരും അറിയിക്കാനൊന്നുമല്ല. നമ്മളുടെ നിസ്കാരവും കരച്ചിലൊക്കെ ആളറിയിക്കലാണല്ലോ. ചിലരിങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരിയും. എന്നിട്ട് തൊട്ടടുത്തുള്ള ആയിരിക്കും എന്താ ഇവള് കരിയിലേക്കും മാപ്പിളിട്ട ഭരിച്ച വിവരം മെസ്സേജ് അറ്റോ എന്ന മാതിരിയാണ് ഓളെ കരച്ചിൽ. അത്രയും കരഞ്ഞു. ഹജ്ജോ അത് എത്ര ചെയ്തെന്ന് ഇപ്പൊ കണക്കില്ല. ഹജ്ജിന് അവിടെ മക്കത്ത് നിൽക്കണ സമയത്ത് ഇടക്കിടക്ക് ഹജ്ജിനൊക്കെ അങ്ങനത്തെ ആൾക്കാരുടെ ഇടക്കിടക്ക് ഉംറക്ക് പോവുക, ഇടക്കിടക്ക് ഹജ്ജിന് പോവുക ഉണ്ടല്ലോ. ഹജ്ജിന്റെ സീസൺ അല്ലെങ്കിൽ ഹജ്ജിന് പോകാതുള്ള അത്ര തക്കവ കൂടിയിട്ടേ അങ്ങനത്തെ എന്തായാലും വേണ്ടിയില്ല സ്വർഗം കിട്ടണം വിചാരിച്ച് ഓടി നടന്ന് അതും അവിടെ ഉണ്ടാവില്ല പറഞ്ഞ സാധനം. അതെന്താ കാരണം? കയ്യിൽ പാസ്വേഡ് ഇല്ല. അതായത് നമ്മളിപ്പോ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് പാസ്വേഡ് ഉണ്ടാവില്ലേ? അതുപോലെ നമ്മളുടെ പരലോകത്തെ നമ്മളുടെ റിക്കാർഡ് നമുക്ക് വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന ഫയൽ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ ഓൺ ആവണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ട സാധനം എന്നെ സൃഷ്ടിച്ച, എന്നെ സംരക്ഷിച്ച, എനിക്ക് സഹായങ്ങൾ നൽകിയ, എന്നെ വളർത്തി വലുതാക്കിയ, എനിക്ക് സൗന്ദര്യങ്ങൾ നൽകിയ, എനിക്ക് സൗഭാഗ്യങ്ങൾ നൽകിയ, എനിക്ക് സന്താനങ്ങൾ നൽകിയ, എനിക്ക് ഭർത്താവിന് നൽകിയ, എനിക്ക് സമ്പത്ത് നൽകിയ, എനിക്ക് ബുദ്ധി നൽകിയ, എനിക്ക് കഴിവുകൾ തന്ന, എനിക്ക് വിവേചന ശക്തി നൽകിയ എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച പടച്ചവനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അതാണ് തൗഹീദ്. ആ തൗഹീദുള്ള ആളുകളുടെ അമലുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും എനിക്കൊരു നന്മയും ചെയ്തു തരാൻ സാധിക്കുകയില്ല എന്ന വിശ്വാസം ഉണ്ടാവണം. പടച്ച തമ്പുരാനല്ലാത്ത. അപ്പൊ ഉദാഹരണം പറയാം, നമ്മൾക്ക് ഒരു ഹൈറ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈറും ഷെറും ആരെ ഭാഗത്തുനിന്നാണ് ഞങ്ങൾ പിടിച്ച്? പടച്ചോന്റെ ഭാഗത്തുനിന്നാണ് അല്ലെ? പക്ഷെ ഹൈറും ഷെറും ഹൈറ് വന്നാൽ നിങ്ങളെ ഭാഗത്തുനിന്നും ഷെറ് വന്നാൽ അള്ളാഹുവാണ് ഇപ്പൊ ആളുകൾ വെക്കുന്നത്. അങ്ങനെ ഇപ്പോ ഉദാഹരണം പറയാം, ഈ ബിൽഡിങ് നല്ല മനോഹരമായി നിൽക്കുകയെന്ന് വെച്ചത്, ഇങ്ങനെ നിൽക്കുന്ന നല്ല മനോഹരമായിട്ട്. അപ്പൊ നമ്മളെന്താ പറയുക, അതിന്റെ എഞ്ചിനീയർ നല്ലതായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മളതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് കൊടുത്താണ് ഫൗണ്ടേഷൻ. പിന്നെ കമ്പിയും സിമെന്റും മെറ്റലും ഒക്കെ വളരെ അതിന്റെ റേഷ്യോ കൃത്യമായിരുന്നു. പിന്നെ ഞാൻ ആ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു കുത്താൻ. അങ്ങനെ പല നമ്പറും ഇറക്കും അല്ലെ. അതുകൊണ്ടാണ് ഇത് നിന്നത് അല്ലെ. ഇത് പൊളിഞ്ഞാലോ എന്ത് ചെയ്യാൻ? അള്ളാന്റെ വിധിയെ. പൊളിഞ്ഞു വീണ അള്ളാക്കും നിന്ന അമ്മക്കുമാണ്. നമ്മളുടെ പവർ കൊണ്ടാ നിന്നത്. അപ്പൊ ഹൈറ് ഞമ്മക്കും ഷെറ അള്ളാക്കും പോയി. പാസ്വേഡ് പോയി. ഇവൻ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല കേട്ടോ. ഇനി ഒരാള് ഒരു രോഗം വന്നു. രോഗം വന്നാൽ പലപ്പോഴും ആളുകൾ ചികിത്സിക്കും അല്ലെ. ചികിത്സിച്ച് ഒരുപാട് ഉറുപ്പ്യ ചെലവാക്കി ചികിത്സിച്ചു, രോഗം മാറില്ല. അപ്പൊ ഒരാൾ നിങ്ങളോട് പറയാണ്, നിങ്ങള് എല്ലാ രോഗമൊന്നും മാറൂല, അതിന് ചില ചെപ്പിടി വഴികളുണ്ട്. അതിന് ഇന്ന തങ്ങളെടുത്ത് പോയാൽ, ഇന്ന ജോത്സ്യന്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ ഇന്ന ഒരാളെടുത്ത് പോയി മന്ത്രി ചൂതി കെട്ടിയാൽ നിങ്ങളുടെ ഈ രോഗം സുഖപ്പെടും. നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചെലവഴിച്ച് നിങ്ങളെ വീട് വിറ്റ് നിങ്ങൾ ചികിത്സിച്ച് നിങ്ങളെ പറമ്പും വീടും സമ്പത്തും ഒക്കെ വിറ്റ് തീർന്നു, രോഗം ബാക്കി തന്നെയാണ്. ആ സമയത്തൊരാൾ ഇങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പാസ്വേഡ് വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാ ഒന്ന് പോയി വെക്കല്ലേ. ഇപ്പൊ എന്ത് പോയി? തൗഹീദ് നഷ്ടപ്പെട്ടു. എന്നെ സൃഷ്ടിച്ച റബ്ബ്, എനിക്ക് ഹൈറും ഷറും തന്ന റബ്ബ്, എനിക്ക് മക്കളെ തന്ന റബ്ബ്, എനിക്ക് രോഗം തന്ന റബ്ബ്, ഈ രോഗം എനിക്ക് അല്ലാഹു തന്നതെന്റെ ദൗർബല്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്താനാണ്, ഞാൻ കഴിവ് കുറഞ്ഞവനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താനാണ് റബ്ബ് എനിക്ക് തന്നത്. ആ രോഗം എനിക്കൊരിക്കലും അപകടകരമല്ല, പടച്ച തമ്പുരാൻ സ്വർഗം തരാൻ ഉദ്ദേശിച്ചതുകൊണ്ട് തന്നതാണ് എന്ന് വിശ്വസിക്കാൻ ഉള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം കേട്ടോ. അങ്ങനെ എത്തിയാൽ പാസ്പോർട്ട് വീണൂല. അങ്ങനെ എത്തിയ ആളുകളുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയല് ഈമാനോടുകൂടിയാണ് മരിച്ചത്. ഈമാൻ എന്ന് പറഞ്ഞ ജീവിതത്തിനങ്ങനെ നയിച്ചുകൊണ്ടിരിക്കണം. അതാണ് തൗഹീദ് കേട്ടോ. അപ്പൊ തൗഹീദ് ഉറുക്കോ നൂലോ കെട്ടിയാലോ ഇന്ന റുക്കാവ തമായി വലത്തെ ശിർക്കുൻ, ഉറുക്ക് കെട്ടാൻ പാടില്ല.
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകന്റെ ഭാര്യ ഒരിക്കൽ കഴുത്തിലൊരു ഉറുക്കടിഞ്ഞത് കണ്ടപ്പോൾ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഓമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ശിർക്ക് ചെയ്തുകൊണ്ടാണ്. ഉമറിന്റെ കുടുംബത്തിന് ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചെറിഞ്ഞു കേട്ടോ. നമ്മളോ ചിലവര് ഓരോരോ രോഗത്തിന് പേടിക്ക് അതിന് ഇതിനൊക്കെ ഉറുക്ക് നൂലൊക്കെ പല സൈസും. ചിലവര് കെട്ടൂല, തലാന്റെ വീട്ടിൽ വെക്കല, ചിലര് അൽമാരിയിൽ വെക്കല. ഇതൊക്കെ നമ്മളുടെ നോമ്പെടുക്കൂല, അവിടെ സക്കാത്ത് എടുക്കൂല, അവിടെ ഇതുള്ള ഒരാളുടെ ഒരമലും അല്ല എടുക്കൂല. ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വശമാണത്. അതുകൊണ്ട് പിന്നെ ചിലര് എന്ത് ചെയ്യും, ചിലര് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കും. അതാരൊക്കെ? പലരും ഉണ്ട്. അള്ളാഹു അല്ലാത്തവർ തോനുണ്ട്. ബദരീങ്ങളും അമ്പത്തങ്ങള് കുണ്ടോട്ടങ്ങൾ അജ്മീറിലെ ഹോജ നാഗൂറിലെ. ഇപ്പൊ നമ്മളെ ബദരീങ്ങൾ പറഞ്ഞ ആരാരെങ്ക് ചിലവരെ വിചാരം പെണ്ണുങ്ങളെ വിചാരം ഏതോ തങ്ങളാന്ന ബദരീങ്ങള് കേട്ടോ. ബദരീങ്ങൾ പറഞ്ഞ ആരെയോ ആരാ? അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ബദരീങ്ങൾ. അവരാണ് തൗഹീദിന്റെ സഹാബാക്കൾ, അതാണ് തൗഹീദിന്റെ പ്രവാചകന്റെ അനുയായികൾ, അവരാണ് തൗഹീദിന്റെ ആൾക്കാർ. അവർ അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എല്ലാ ഖൈറും ഷർറും നൽകുന്നവൻ റബ്ബാണ്. ആ പടച്ചവൻ മാത്രമേ നമ്മെ സഹായിക്കുകയുള്ളൂ. നമുക്ക് വേണ്ട എല്ലാ ഉപകാരങ്ങളും തരുന്നവൻ, ഉപദ്രവം തരുന്നതും അവൻ തന്നെയാണ്, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും പണവും എല്ലാ സമയവും റബ്ബിന് വേണ്ടി ഉയിഞ്ഞു വെച്ച ആളുകളുടെ പേരാണെന്ത്? ബദരീങ്ങൾ. അവര് നിങ്ങൾക്കറിയോ, അവര് ബദറിലേക്ക് ഇറങ്ങുകയാണ് റമദാൻ 17 റമദാൻ 17 കേട്ടാ. അവരെന്താ ഇറങ്ങുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു ആയുധവുമില്ല, അനുചരന്മാരൊരു യുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത്, പടച്ചവരെ ഞാനും എന്റെ സഖാക്കളും ഇതാ ഉടുതുണിക്ക് മറുതുണിയില്ല. ഈ യുദ്ധത്തിൽ വസ്ത്രം കീറിപ്പോയാൽ മുറിച്ചെടുക്കാൻ മറ്റൊന്നും ഇല്ല, കയ്യിൽ ഒന്നുമില്ല പടച്ചവനെ. അതുകൊണ്ടും എന്ത് വേണം? നീ അവരെ ഫക്സുഹും, അവർക്ക് നീ വസ്ത്രം അണിയണം. ആ തക്ബീർ ധ്വനികൾ മുഴക്കിയിട്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത്, അല്ലാഹുമ്മ ഇന്നഹും ജിയാൽ, പടച്ചവനെ നാളുകളായി ഭക്ഷണം കഴിച്ചിട്ട് എന്റെ സഖാക്കൾ, ഫഷ്ബീഹും, അവരെ വയറ് നീ നിറച്ചു കൊടുക്കണം പടച്ചവനെ. അല്ലാഹുവേ എന്റെ സഖാക്കളുടെ കാലിനടിയിൽ ഒരു ചെരുപ്പ് പോലുമില്ല, ഫഹ്മിലുഹും, രണാങ്കണത്തിൽ നീ വഹിക്കണം തമ്പുരാനെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് നിമിഷങ്ങൾക്കതമത പടച്ച തമ്പുരാൻ അറിയിക്കുന്നു, അല്ലാഹു ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 1000-ഓളം വരുന്ന മലക്കുകളെ അള്ളാഹു മനുഷ്യരൂപത്തിൽ ശത്രുക്കളുടെ മുമ്പിൽ ബദറിന്റെ രണാങ്കണത്തിൽ ഇറക്കിക്കൊടുത്തു. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു എന്നാണ് ഖുർആൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ആ യുദ്ധത്തിൽ ഷഹീദായി ശത്രുക്കളുടെ വാളിന്റെ ഇരുതല മൂർച്ചയുള്ള വാളുകൾക്ക് മുമ്പിൽ തൗഹീദിന് വേണ്ടി ജീവൻ കൊടുത്ത പടയാളികളെയാണ് ഇന്ന് മുസ്ലിം ലോകം ബദരീങ്ങൾ എന്ന് പറയുന്നത്. ആ ബദരീങ്ങളോടാണ് സഹോദരന്മാരെ ഇന്ന് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപകടം വരുമ്പോൾ, കുട്ടി വീഴുമ്പോൾ ബദരീങ്ങളെ കാക്കണേ എന്നാ പറയുന്നത്. കണ്ട, ബദരീങ്ങള് അള്ളാഹ്ക്ക് വേണ്ടി ഷഹീദായി. നമ്മളിപ്പോൾ ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്താണുള്ളത്. ബദരീങ്ങൾ ഒരാളാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. മമ്പർത്തങ്ങള്, കുണ്ടോട്ടങ്ങള്, അജ്മീറിലെ ഹോജ, നാഗൂറിലെ ഹോജ, ചിസ്തി, പുസ്തി, നാരി, ഗീരി, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. ഇവിടെ ഉണ്ട് ഒന്ന്, നമ്മള് ഫ്രാൻസിസ് റോഡ്. ഒന്നല്ല, ആ കുറച്ചപ്പുറത്തും കോർപ്പറേഷൻ ഓഫീസിൽ എത്തുമ്പോഴേക്കും അവിടെ വേറുന്നുണ്ട് അല്ലേ. പിന്നെ നായികക്ക് 40 സ്ഥലത്താ. നമ്മള് വയനാട്ടിലൊക്കെ കണ്ട് പോകുമ്പോ കാണാം, ചുരത്തിന്റെ മുകളിലെത്തുമ്പോ അവിടെ ഒരു കൊടിയൊക്കെ. എന്നിട്ട് അവിടെ ഇതിന് നല്ല കച്ചവടം ചെയ്യേണ്ട ആൾക്കാർക്ക് നല്ല ഐഡിയ അറിയാം. എന്താ കാരണം അറിയോ? ഈ ഫാസ്റ്റ് ഫുഡ് വിൽക്കുന്ന അറിയാം. ഫാസ്റ്റ് ഫുഡ് വിൽക്കുന്നിടത്ത് ചെറുപ്പക്കാർ കുട്ടികൾക്ക് ചിക്കൻ പൊരിച്ചതിന്റെ മണം പുറത്തേക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? എക്സോസ്റ്റ് വെച്ചിട്ട് വായു പുറത്തേക്ക് വിടും. അപ്പൊ അതിലെ സ്കൂട്ടറിൽ കൂടെ നല്ല ചിക്കൻ മണക്കുണ്ടല്ലോ, കുണ്ടന്മാരൊക്കെ നിർത്തി അത് തിന്നും. അതേമാതിരി ഈ ജാറുള്ളടത്തെത്തുമ്പോ എക്സോസ്റ്റ് വെച്ചിട്ട് ഉലുവാന്, കുന്തിരിക്കും, ഇതൊക്കെ ചണ്ണൻതിരിയൊക്കെ പുറത്തേക്ക് മണം വരും. അപ്പൊ ലോറി ഡ്രൈവർമാരൊക്കെ ഇവിടെ ജാറുണ്ടല്ലോ, ജാറും മണക്കുമല്ലോ, കോഴി ചിക്കൻ പൊരിച്ചു പോലെ. അപ്പൊ
അപ്പൊ അങ്ങനെ മണം വരാൻ തുടങ്ങി. ഈ മണം അടിക്കുമ്പോൾ ആളുകൾക്ക് തിരക്കില്ലല്ലോ ഒന്ന് ഇറങ്ങിക്കളല്ലേ. അപ്പൊ എന്താ പ്രശ്നം? ഒന്നുമില്ല, മൂപ്പര് വണ്ടിന്റെ മെയിൻ ആളാണ് ആ കിടക്കുന്നത്. മൂപ്പര് RTO ആണ്. അത് അവിടുത്തെ അതിന്റെ റോഡ് സുരക്ഷ മൂപ്പര കഴിക്കാൻ നടക്കുന്നത്. അപ്പൊ വണ്ടിയിൽ അങ്ങനെ നോക്കുമ്പോ അത് ശരി, ഇനിയിപ്പോ എന്താ ചെയ്യാ, കുറച്ച് പൈസ അവിടെ ഇട്ടേക്കാം. കാരണം നമ്മൾ കള്ളുടിയന്മാരും ഒക്കെയാണ്, നമ്മൾ പാവപ്പെട്ടവരാണ്. ഇപ്പൊ ഇവരോട് വന്ന് പറയാ നമ്മൾ കള്ളുടിയന്മാരാണ്, നമ്മൾ ഡ്രൈവർമാരാണ്, നമുക്ക് ജീവിക്കാൻ ഇതില്ല, നമ്മൾ വീട്ടുകാരെത്ത് പോക്കില്ല, നമ്മളിങ്ങനെ എപ്പോഴും നാഷണൽ പെർമിറ്റ് വണ്ടിയിലാണ് തങ്ങളെ. അതുകൊണ്ട് നമ്മളെല്ലാ പാപം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ഏർപ്പാട് അവിടെ ചെയ്തൊക്കെ വേണ്ടി നമ്മളോട് മരിച്ചു വരുമ്പോ ലഗേജ് നിങ്ങൾ എടുത്തോളേണ്ടി. ആരോട്? ഇയാളോടെ കേട്ടോ. അങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ പോണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത് അറികള്? അധർമ്മത്തിൻ്റെതാണ് ഏറ്റവും വലിയ അധർമ്മം. ഇന്ന ശിർക്കല ദുൽമുൻ അലീം. ലോകം കണ്ട ഏറ്റവും വലിയ അധർമ്മം ഇതാണ്. തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന പടച്ചതമ്പുരാൻ ദയാലുവായ കാരുണ്യകനായ കരുണയുടെ പാൽക്കടലായ പടച്ചതമ്പുരാനെ വിട്ടുകൊണ്ട് പടച്ചവന്റെ സൃഷ്ടികളായ ഇബാദുൻ അംസാലുക്കും നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ ഭൂമിയിലെ ശ്വാസമെടുത്ത് ഭൂമിയിലെ ഭക്ഷണം കഴിച്ച് ഭൂമിയിലെ സുഖസൗകര്യങ്ങൾ എടുത്ത് ഇവിടെ ജീവിച്ച ആളുകളെ നിങ്ങൾ ദൈവങ്ങളുടെ രംഗത്തേക്ക് വാഴ്ത്തിക്കൊണ്ടുവന്നു. ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടുവന്നു. അവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു. അവര് നാളെ പരലോകത്ത് രക്ഷയ്ക്കുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു അല്ലെ? മുഖമിരുളാൻ പോവുകയാണ്. കേട്ടോളി, ഖുർആൻ പറയുന്നു. ഇനിയാണ് മുഖമിരുണ്ടോ ഇല്ലെന്ന് അറിയേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞു മരിച്ചിട്ട് ഇപ്പൊ പറഞ്ഞേൽപ്പിച്ചൊക്കെ മൂപ്പരോട് ലഗേജ് എടുക്കാനല്ലേ. വേറെ ആടത്ത് ലഗേജ് കൊടുത്ത് നമ്മൾ പോവുക കേട്ടോ. മരിച്ചു പോവുകയാണ്. മരിച്ച് അവിടെ ചെന്ന് പടച്ചാമ്പുരാനതാ ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഇരുണ്ട ഒരു ദിവസം അല്ലാഹു ഒരുക്കിയിരിക്കുന്നു. പരലോകം ഇരുട്ട് നിറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശം കെട്ടടങ്ങുന്ന ദിവസം. നമുക്കറിയാം അല്ലെ? സൂര്യന്റെ പ്രകാശം കെട്ടടങ്ങുന്ന, ചന്ദ്രന്റെ പ്രകാശം കെട്ടടങ്ങുന്ന ഒരു രംഗമാണത്. ജുമിയ ശംസു വൽ ഖമർ. സൂര്യനും ചന്ദ്രനും കൂട്ടിമുട്ടി പ്രകാശം മങ്ങിപ്പോയ ഖസഫൽ ഖമർ അല്ലെ? എല്ലാം നഷ്ടപ്പെട്ട, പ്രകാശം നഷ്ടപ്പെട്ട ദിവസം ആള് വന്നു പരലോകത്ത്. ഇനി അവന്റെ കൂടെ ഉണ്ടാകേണ്ട എന്താ? അസ്സബ്റു ളിയാഉൻ. ക്ഷമ പ്രകാശമാണ്. അസ്സലാത്തു നൂറുൻ. നമസ്കാരം പ്രകാശമാണ്. ലഗേജ് വന്നാൽ അല്ലെങ്കിൽ ഉണ്ടാവില്ല. അവിടെ ലഗേജ് വന്നാൽ പ്രകാശം ഉണ്ടാവും, അല്ലെ ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ഏൽപ്പിച്ച ആളുകളെ ഉണ്ടല്ലോ കൊണ്ടുവരാൻ വേണ്ടി നമ്മളവിടെ പോയതാണല്ലോ. ഖുർആൻ പറയുന്നു, വഇദാ റഅല്ലദീന അശ്റകൂ ശുറകാഅഹും ഖാലൂ റബ്ബനാ ഹൗലാഇ ശുറകാഅനാ അല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക. പരലോകത്ത് വെച്ച് ഈ ആൾക്കാരെ കണ്ടു. ആരെ? നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചോലെ. നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ച ആരൊക്കെയാണ്? വഇദാ റഅല്ലദീന അശ്റകൂ. ശിർക്ക് ചെയ്തവരെ കാണുമ്പോൾ, നമ്മൾ പങ്കു ചേർത്തവരെ കാണുമ്പോൾ, നമ്മൾ ഈ ലഗേജ് എടുക്കാൻ ഏൽപ്പിച്ചവരെ കാണുമ്പോൾ, അതാണ് ശുറക്കാ, നമ്മളുടെ ശരീക്കന്മാർ, നമ്മളെ പങ്കുകാർ. കാലു നമ്മൾ പറയും റബ്ബന ഹൗലായി ശുറക്കാന. പടച്ചോനെന്താ അബ്ബരൊക്കെയാണ്. ആരൊക്കെ കാട്ടിട്ടാ പറയാ? ഒന്നതാ മൂപ്പരാന്ന് പറയും, മടവൂരൗലി ഏതാഗ്രഹ അങ്ങനത്തെ ഔലിയാക്കന്മാരുണ്ടല്ലോ, ഓലൊക്കെ ചൂണ്ടിക്കാട്ടി പറയും ഇതാണ് നമ്മളുടെ ആള്. ബദരീങ്ങളുടെ അമ്പർത്തങ്ങളുണ്ട്, കുണ്ടൂർത്തങ്ങളുണ്ട്, അങ്ങനെ എല്ലാ തങ്ങന്മാരുണ്ട്, എല്ലാ ബീവികളുണ്ട്. എല്ലാരും രക്ഷപ്പെടുത്തുന്നു വിചാരിച്ചിട്ടാ വന്നത്. അങ്ങനെ വന്നപ്പോഴാ റിഫായ് ഷേഖ്, മൊയ്തീൻ ഷേഖ് ഒക്കെ ഉണ്ട് അവിടെ പരലോകത്തെ. എല്ലാവരും തുണി വെച്ചിട്ട് അത് പറയുമ്പോ തങ്ങൾ ചിരിക്കുന്നത്. എല്ലാവരും തുണി വെച്ചിട്ട് നിങ്ങളെ വെച്ചത് മൊയ്തീൻ ഷേഖിനൊക്കെ ആദ്യം പരലോകത്ത് തുണി കൊടുക്കാതിരിക്കുക. അറിയാള് കൊടുക്കാൻ ഇബ്രാഹിം നബിക്കുക കേട്ടോ. അത് ബാക്കിയുള്ളവരൊക്കെ തുണി വെച്ചിട്ടല്ല. നിങ്ങൾ ബേജാറാണ്ട. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, അള്ളാന്റെ റസൂല് അന്നിസാഉ വറിജാൽ ജമിയ, ഇരുകൂട്ടരും ആണും പെണ്ണും ഒന്നിച്ചാണോ തുണി വെച്ചിട്ട്? ആയിഷ ബീവി അതുകൊണ്ട് ബേജാറാണ്ട. അവിടെ താഴത്ത് പോകേണ്ട പരിപാടിയല്ല. എല്ലാവരും പടച്ചോന്റെ വിധി കേൾക്കാൻ മേലോട്ട് മാത്രം. ആ കണ്ണ് താഴോട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ ആരാ തുണി ഉടുത്തത്, ആരും ഉടുത്തില്ല നോക്കാൻ. അവനാന്റെ തലക്ക് തീ പിടിക്കുമ്പോൾ ഓരോരുത്തരുടെ പാവാട തീ പിടിച്ച് നോക്കാൻ ആർക്കും നേരം ഉണ്ടാവുമോ? അവനാന്റെ തലന്ന് തീ കത്തുക. അപ്പോ ആ ഒരു അവസ്ഥയിൽ പരലോകത്ത് നിൽക്കുമ്പോഴാണ് നമ്മളെ ഔലിയാക്കന്മാർക്ക് നിരാനരായിട്ട് നിൽക്കുന്നുണ്ട്. ഓലെ കാട്ടിയിട്ട് നമ്മൾ പറയാണ്, പടച്ചോനെ ഹൗലായി ശുറക്കാന, ഇതാ നമ്മളുടെ പങ്കുകാർ, അല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക, നിന്നെ കൂടാതെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചവർ ഇവരാണ് പടച്ചോനെ. അപ്പോഴോ ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗൽ, ഈ ഔലിയാക്കന്മാര് പരലോകത്ത് വെച്ച് നിങ്ങൾക്ക് മറുപടി തരും, ഇന്നക്കും ലകാദിബൂൻ, നിങ്ങൾ കള്ളമാണ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. പറഞ്ഞോ? ഇവരാരെയും പറയണോ? ഈ ഷെയ്ഖ് പറഞ്ഞോ? ആരോടും പറഞ്ഞില്ല. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളി, നേർച്ച ആയിക്കോളി, ഞങ്ങൾ അവിടുന്ന് കഴിച്ചിലാക്കാൻ ഇവര് പറഞ്ഞില്ല. ഉണ്ടോ? കളവാണ് പറയുന്നത്.
ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, ചോദിക്കുകയാണെങ്കിൽ, സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം എന്നാ പഠിപ്പിച്ചത് മൊയ്തീൻ ഷേഖ്. മൊയ്തീൻ ഷേഖ് പറഞ്ഞില്ല എന്ത്, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളീൻ എന്ന്. മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാപ്പിളയെ നീ പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്രമാത്രം ഇലാഹുകളുണ്ട്, അവരെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നീ എന്തിനാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് എന്നാണ് മൊയ്തീൻ ഷേഖ് ചോദിക്കുന്നത് കേട്ടോ. ഇത് മൊയ്തീൻ ഷേഖിന്റെ സ്വന്തം കൈപ്പത്തിയോട്ട് എഴുതിയ കിതാബാ. അപ്പോ നാളെ പരലോകത്ത് അപ്പോഴാണ് ഒരു കൈ കഴിഞ്ഞില്ലേ, ഒരു കൈ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ മുഖം. എല്ലാരും വിചാരിച്ച് ബദരീങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ചെന്ന് പറഞ്ഞ ഹലോ ഞാനാണ്, എന്നാ നീർച്ചോടത്തെ നീർച്ചാക്കില്ലേ കോയിനെ, കോയിനെ നീർച്ചാക്കിയ ആളാണ്. ഏത് കോയി ഓല അറിയോ? ഓല് ചോദിക്കൂലേ ഏത് കോയി ചോദിക്കൂലേ? ഓല് മരിച്ചതിന് ശേഷം ഉണ്ടായോ ഓല അറിയോ? നമ്മളെല്ലാം അറിഞ്ഞ് നമ്മളല്ലേ ഈ അതും ഇതൊക്കെ കൊണ്ടേ അവിടെ വെച്ചു കൊടുക്കുന്നത്. ചിലോല് കാണിക്ക വെക്കുന്നു, അത് ചിലര് കോഴി, ആട്, നീർച്ച, കോഴിമുട്ട, പല സാധനം നീർച്ചാക്കുക. അപ്പൊ ഇവരെ വിചാരം തരും, നീർച്ചാക്കുന്ന വിചാരം പരലോകത്തിൽ കാണുമ്പോ ഹലോ കോഴിമുട്ട അറിയാ. ഏയ് നമ്മളൊക്കെ ഓരോരുത്തർക്ക് എന്തെങ്കിലും കൊടുത്താക്കൾ ഇടക്കിടക്ക് പറയില്ലേ അങ്ങനെ കൊടുത്തോലോട് അല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനങ്ങളെ അഞ്ചത്തിക്കോ ഏഴത്തിക്കോ ലോയക്കാറ്റിയോ കൂട്ടുകാരികൾക്കോ ഒന്ന് എന്തേന്ന് കൊടുത്തു നോക്കേണ്ടി നിങ്ങൾ ഇടക്കിടക്ക് പറയല്ലേ, ഇപ്പോഴും അതുണ്ടോ മഫ്ത ഞാൻ തന്നെ എന്നതുപോലെ ഓല് ചോദിക്കുവല്ല നമ്മളാ കോഴിമുട്ട ഓർമ്മല്ലേ? ഏത് കോഴിമുട്ട? ഓനക്കിട്ട കോഴിമുട്ട, ഓന് കോഴിമുട്ട അറിയോ? അപ്പൊ ഏത് കോഴിമുട്ട ആയിക്കോളൂ, ഏത് കോഴിമുട്ട ഞാൻ എത്ര തന്നിങ്ങനെന്ന് അറിഞ്ഞില്ല, ഞാനൊന്നും അറിയില്ല, ഇന്നക്കുള്ള കാര്യം നിങ്ങൾ കളത്തരം പറയാ, എന്തെങ്കിലും പറയാ. ഇവര് തള്ളുമ്പോൾ നമ്മളെ മുഖം അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചില സ്ഥലത്ത് പോക്കുണ്ട് അല്ലേ? അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്വീകാര്യത ഇല്ല, നിങ്ങളെ മുഖം അങ്ങനെ ഉണ്ടാവും. നിങ്ങളെ ഭർത്താവിന്റെ കൂടെ, ഭർത്താവ് പറഞ്ഞു എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, മൂപ്പരെടുത്ത് ഞാനും മൂപ്പരും ദുബായിൽ അങ്ങനെ ജീവിച്ചതാണ്, ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് അണ്ടാ കൂടി പോകണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് മൂപ്പര് ഭയങ്കരമായിട്ട് ആ വീട്ടുകാരെ പറ്റി ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് സാധാരണ നിങ്ങൾ ഭർത്താക്കന്മാരെ ലോയക്കാരത്തേക്ക് അധികം നിങ്ങൾ പോകില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം അയാൾക്ക് കിട്ടുന്ന വില നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ പരലോകത്ത് വില ഇട്ടാണ്ടാവുമ്പം മുഖം ഇടങ്ങറാവുന്നാണ് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ മുഖം ഇരുളുന്ന രംഗാണെന്ത്, ഭർത്താവിന്റെ കൂടെ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോ ഓല് ഭർത്താവിനോട് ഭയങ്കര വർത്താനം, നിങ്ങൾക്കോ ഓള് ഭർത്താവിനോട് വർത്താനം നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഓൻ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഓള് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞ ഒരു ജാതി പെണ്ണ് എന്താണ് മുന്റെ വിയാപ്പളുടെ മുഖത്തുനിന്ന് കണ്ണോൾ എടുക്കണില്ല, എന്തൊരു പെണ്ണാണിത് അങ്ങനെയാണ് പറയില്ലേ? നിങ്ങളെ മുഖം ഇങ്ങനെ വെളുത്ത് വരിക ചെയ്യാതോ ഇരുട്ട് വരിക ചെയ്യുക, മുഖം ഇരുണ്ടാകുക ചെയ്യാതോ ഒരു വെളുത്ത് വരിക ഏതാ ചെയ്യുക അല്ലേ? എന്നിട്ട് നിങ്ങൾ ഇനി അവിടെ നിന്നിട്ട് ഇറങ്ങിയതിന്റെ ശേഷം നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ എങ്ങനെ ഭർത്താവ് പറയാ സ്കൂട്ടർ മുഖത്തുണ്ട് ഇനി മേലിൽ ഞാൻ പറഞ്ഞില്ലാന്നണ്ട, നിങ്ങൾ പോണോട്ട് നിങ്ങൾ പോവാന്നല്ലാട്ടെ ഇന്നങ്ങൾ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു ആ കള്ളനെ കുറിച്ച് അല്ലേ എന്തൊക്കെ അങ്ങോട്ട് പറയും അല്ലേ? അപ്പൊ നമ്മളെ കൈവിടുന്നു എന്ന് തോന്നുന്നിടത്തൊക്കെ നമുക്ക് എന്തുണ്ടാവും, മുഖം ഇരുളും ഉണ്ടാവില്ലേ? ഒരാള് നമുക്ക് പ്രതീക്ഷയോട് ചെന്നിട്ട് അയാള് എവിടൊക്കെ ഒരു ഡോക്ടർക്ക് പോയി, ഡോക്ടർക്ക് ചെന്ന് അവസാനം അയാൾ പറഞ്ഞു ടൈമായി ഞാൻ പോവുകയാണ്, അങ്ങനെ ഉണ്ടാവും മുഖം അല്ലേ? ഒരു ടിക്കറ്റ് ലൈനിൽ നിന്നു ട്രെയിനിന് വേണ്ടി, വണ്ടി വന്ന് നിൽക്കുന്നു, അപ്പൊ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്നു, അപ്പൊ വണ്ടി ട്രെയിൻ അവസാനങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ വണ്ടി കണ്ട് ഇളകുന്നു, ടിക്കറ്റ് കൈ കിട്ടിയില്ല, അങ്ങനെ ഉണ്ടാവും മുഖം. ഇതൊക്കെ ടിക്കറ്റ് കിട്ടാത്ത പരലോകത്തിനോ ടിക്കറ്റ് കിട്ടിയില്ലേ നരകത്ത് കണ്ടു പോകണം. അപ്പൊ മുഖം അങ്ങനെ ഉണ്ടാവും, ഇരുണ്ടു പോകും. അപ്പൊ നമുക്ക് നോക്കാം, ഇത് രണ്ടാമത്തെ ഇരുളിച്ച കേട്ടാ. ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെയും നിലവാരത്തിൽ നിന്ന് ആളുകൾ അടർന്നു പോകുമ്പോൾ മനുഷ്യന്റെ മുഖം എന്തുണ്ടാവും, ഇരുണ്ടു പോകും. ഇനി ഇസ്ലാം ഈ പഠിപ്പിച്ച, ഇസ്ലാമിന് ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരങ്ങളുടെ നേരെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് പച്ചപ്പരിഷ്കാരികളായി ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, മാനം നഷ്ടപ്പെട്ട അല്ലേ? മാനം എന്ന് പറയുന്ന വാക്കിനോട് എതിർപ്പുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. മാനം, ഈ ലോകത്ത് എല്ലാ മതങ്ങൾക്കും ഒരു സംസ്കാരമുണ്ട്. ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ തത്വം ഹയാണ്, ലജ്ജയുള്ള സമൂഹത്തെയാണ് ഇസ്ലാം കാണുന്നത്. ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ലജ്ജയില്ല. ആ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പെറ്റുണ്ടാക്കിയ പെൺകുട്ടിക്ക് തീരെയില്ല, ഉണ്ടോ? ഇല്ല. അപ്പം എന്താ അതുകൊണ്ടുണ്ടാകുന്ന ദുഷ്ഫലം എന്താന്ന് ചോദിച്ചാൽ, ഒരു
ഒന്നിനും കൊള്ളരുതാത്ത കുറെ പെൺകുട്ടികളും അവരുടെ ദൂഷ്യ സ്വഭാവം കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളും ഭർത്താവ് ഏറ്റു പോകുന്നുണ്ട്. നിങ്ങൾ പെൺകുട്ടികൾ ഭർത്താവിന്റെ കയ്യിലുള്ള കൂടെ കൈയിട്ട് കോർത്ത് പിടിച്ചാറോട്ടും കൂടെ അടക്കുക. അവൻ എന്താ പാഞ്ഞു വെച്ചിട്ടാ? അല്ല, നമ്മൾ ഇങ്ങനെയാണോ നമ്മളെ നടത്ത? എന്താ സുഖം ജീവിതം. അത് കാണുന്ന വയസ്സത്തിയുണ്ട്. നമ്മക്കറിയില്ലേ, 2 ദിവസം ഉണ്ടാവും മാങ്ങ കൊളത്തിയായി കൊളത്തി കൊണ്ട് കിടക്കല് അല്ലേ? ഈ മാങ്ങെറിഞ്ഞ ബടി മെത്തീവ് കൊളത്തിയായില്ലേ? എത്ര കാലം നിൽക്കുക മെത്തീവിൽ ആ ബടി? അതുപോലെ തന്നെ അത് കൊളത്തല് 4 ദിവസം ഉണ്ടാവും കൊളത്തല്. ഈ കൊളത്താത്ത കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് ഇത് കാണുമ്പോഴോ ഒന്ന് കൊളത്തണ്ടി, ഏതായാലും ഏതെങ്കിലും ഒന്ന് കൊളത്തിയാൽ മതി, എന്നാ പിന്നെ അങ്ങനെ നടക്കുകയില്ലല്ലോ അല്ലെ? അങ്ങനെ തോന്നും അല്ലെ? കൊളത്തി കഴിഞ്ഞോൽക്കോ. അപ്പൊ കുറെ പച്ചപ്പരിഷ്കാരികളായ ആളുകൾ ധാർമ്മികതയെ ചവിട്ടി മതിക്കപ്പെടുന്ന ഒരു ഭാഗത്ത് വിവേകവും സംസ്കാരവും ജീവിതത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയാണ് ഈ പച്ചപ്പരിഷ്കാരികൾ. അവർക്കിതൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ നിങ്ങളെ പൊരയില് പല സ്ഥലത്തുള്ള പല കുടുംബക്കാരുണ്ടാവല്ലേ? നമ്മുടെ അടുത്ത് എല്ലാ ജാതിയും ഉണ്ടാവുമല്ലോ പൊരയില്. അപ്പോ ചിലവർക്ക് ദീന്, മതം, ഇസ്ലാം, തത്വം, സംസ്കാരം, വിശുദ്ധി കേൾക്കുന്നതേ ഇഷ്ടമുണ്ടാവില്ല. എന്ത് വിശുദ്ധി ഉണ്ടല്ലേ? ചില കുട്ടികള് അത് ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല. അത് ഞാൻ അറിയുമെങ്കിൽ തീരെ മലയാളം അറിയില്ല, മലയാളം അറിയില്ല. ഉണ്ട് ഒരു മലയാളം പറയാത്തൊരു കുട്ടിനെ ഒരാള് പിന്നെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പൊ അയാള് വാചകങ്ങൾ ഇങ്ങനെ അക്ഷരമൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വാചകങ്ങൾ എഴുതി കൊടുക്കാൻ തുടങ്ങി. വാചകങ്ങൾ എഴുതിയപ്പോൾ എഴുതി പിന്നെ വകതിരിവുണ്ടെങ്കിൽ ദൈവത്തെ അറിയും, അത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ വായിക്കുന്നത് വാക്കത്തി ഉണ്ടെങ്കിൽ ദൈവത്തെ അറിയും. വകതിരിവുണ്ടെങ്കിൽ ദൈവത്തെ അറിയുന്ന ഇയാൾ എഴുതി കൊടുക്കുന്നത്. ഓള് പറയുന്നത് വാക്കത്തി ഉണ്ടെങ്കിൽ ദൈവത്തെ അറിയും. ഓള് സത്യത്തിൽ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവത്തെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവസാനം ഈ സൗന്ദര്യം, ഈ ആരോഗ്യവും ഒക്കെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ പറയല്ല. ഈ മാങ്ങ ഉപ്പിലിടുമ്പോ നല്ല ഹരത്തിലാ ഇറങ്ങുക. ഉപ്പിലിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ കാണാം ഉപ്പിലിട്ട കോലങ്ങൾക്ക് അറിയാലോ മാങ്ങന്റെ. അപ്പോഴാണ് വിവരം അറിയാം. അപ്പം വിളിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യം മാങ്ങ ചെയ്യാനുള്ളതാണെന്ന് മാങ്ങ അറിയണം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് പച്ചപ്പരിഷ്കാരം ഒഴിവാക്കുക, എടങ്ങറായി പോകും കേട്ടോ. പിന്നെ അധർമ്മകാരികളായ ആളുകളോട് ഇഷ്ടം കുറയുക. ഉദാഹരണം പറഞ്ഞാല് അടിച്ചു പൊളി ഡ്രസ്സ്, അടിച്ചുപൊളി ജീവിതം ഒക്കെ നയിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. കൈയിന്റെ മുകളിൽ ചോപ്പ് പലത് വരച്ച്, അതിന്റെ മുകളിൽ വരച്ച്, ഫ്ലക്കർ എടുത്തത് വരച്ചത് റെഡിയാക്കി, പിന്നെ ഇടക്കിടക്ക് മുടിയോട്ട് അയ്യോ എനിക്ക് എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചില കുട്ടികളില്ലേ അല്ലേ? ഈ മുടി ഇങ്ങോട്ടാക്കുക, 2 മുടി എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ടാക്കുക. ഇടക്കിടക്ക് ബ്യൂട്ടി പാർലറിൽ പോകും. എന്തിനറിയോ? കഫൻ ചെയ്യാൻ. കഫൻ ചെയ്യാൻ ഓരോരോ പെണ്ണുങ്ങൾ കല്യാണത്തിനോ കണ്ടില്ലേ? കല്യാണത്തിനൊന്ന് ശനിയാഴ്ച ബ്യൂട്ടി പാർലറിനെ പുറലേക്ക് വരുത്തരാ. എന്നിട്ട് മോന്തന്റെ മുകളിൽ 500 ഗ്രാം മൈദപ്പൊടി അപ്ലൈ ചെയ്ത് താഴത്തേക്ക് മാത്രം ഉയ്യുക. മുകളിലേക്ക് ഉയ്ഞ്ഞാൽ മൈദപ്പൊടി പുറത്തേക്ക് പോരെ അതാ. എന്നിട്ട് മൂക്കില് 2 നമ്മളെ സാധനല്ലേ ക്യാരറ്റ്, അതിന്റെ അത് കൂർപ്പിച്ച് വെച്ചു കൊടുക്കുക. കണ്ണിന്റെ അവിടെ 2 കണ്ട കക്കിന്റെ കണ്ടു എല്ലാം കൂടി വെച്ച് ഇങ്ങനെ കെടുക്കുക. ശനിയാഴ്ച കെടുക്കാൻ തുടങ്ങിയതാ. വെല്ലിമ്മക്ക് ഇതൊന്നും വേണ്ട, ഈ പറഞ്ഞ സാധനമൊന്നും. അപ്പൊ 24 മണിക്കൂറും ബ്യൂട്ടി പാർലറിലും ഇതൊക്കെ പച്ച പരിഷ്കാരികളാണ്. ആ നിമിഷങ്ങാനും മരിച്ചു പോവാണ് ആ പെണ്ണിന്റെ സ്ഥിതി എന്താ? അപകടകരമായ അവസ്ഥയിലേക്കല്ലേ പോണത്. അപ്പൊ ഈ പച്ച പരിഷ്കാരികളായ ആളുകള്, ഇസ്ലാമിന്റെ ശത്രുക്കളായ അവരെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പോലും പാടില്ലെന്നാണ് വിശുദ്ധ ഖുർആന്റെ സൂറത്ത് അൻആമിലെ നിർദ്ദേശം. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയാൻ, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും, നമ്മുടെ നിയമങ്ങളോട് പുച്ഛം കാണിക്കുന്ന പച്ചപ്പരിഷ്കാരികളായ ആളുകൾ നിങ്ങൾ വിട്ടുനിൽക്കണം കൂട്ടരെ. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി, പടച്ച തമ്പുരാന്റെ ധാർമ്മികമായ വശങ്ങളിലേക്ക് അവർ തിരിച്ചെത്തുന്നത് വരെ അവരോട് അവരുടെ കൂടെ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ഫലാ തഖ്ഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ സമൂഹത്തിന്റെ കൂടെ നിങ്ങൾ ഇരിക്കുക പോലും ചെയ്യരുത്. ഇരുന്നാൽ എന്താവും? പകരും അല്ലേ? ഇത് പകരൂലേ? ദീൻ പകരുവോ? ഇല്ല, ദീൻ പകരൂല. നിങ്ങളിപ്പോ നിസ്കരിക്കാൻ വേണ്ടിട്ട് മോക്ക് നിസ്കാരം പകർന്നോ? ഇല്ല.
നിസ്കരിക്കും മോള് വല്ല തരാം, നിങ്ങൾ നിസ്കരിക്കും, ഞാൻ അപ്പോഴേക്ക് കുറച്ചുകൂടി അറിയിക്കാട്ടായിരുന്നു. അത് പകരണില്ല അല്ലേ? ഉണ്ടോ? നേരെ മറിച്ച് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകും, അജ്ജി പോരണോ? വരാല്ലേ? കാരണം അത് വേഗം പകരും. ഒന്ന് പകർച്ചവ്യാധിയാ. ധാർമ്മികത, നന്മ ഒരിക്കലും പകരൂല കേട്ടോ. അത് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുക തന്നെ വേണം. അപ്പൊ ഈ പച്ച പരിഷ്കാരികളായ അമേരിക്ക അവിടെയൊക്കെ നമ്മളെ ഏഴത്തിന്റെ മക്കളൊക്കെ ഉണ്ടാവും. പെരുന്നാളായ അങ്ങോട്ട് വരും എല്ലാം കൂടി പുള്ളി ടൗസറൊക്കെ ഇട്ടിട്ട് ആണേതാ പെണ്ണേതാന്ന് തിരിയാത്ത ജാതിയിൽ വരും. ചിലത് ജീൻസ് പാൻസും ടീഷർട്ടും. നമ്മൾ പറയാ ഈ പെൺകുട്ടിയൊക്കെ നമ്മൾ പറയല ഇപ്പൊ ഇവിടെ കോഴിക്കോടുള്ള സിസ്റ്റമായി മാറിയിട്ടുണ്ട്. എന്ത് പെൺകുട്ടിയൊക്കെ ജീൻസ് പാൻറ്റും പിന്നെ മറ്റേ ടീഷർട്ടും. അപ്പോ പിന്നെ ശരിക്കും പറഞ്ഞാല് ആണ് അപകടമാണ്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വർഗ്ഗാണത്. ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പൊന്നു പോലത്തെ ഒരു മോളെ തന്നില് അള്ളാഹു ആ പെണ്ണിന്റെ കോലം കെട്ടി നടത്തിയാൽ മതി. അതിന്റെ ആൺവേഷം കെട്ടിക്കരുത്. ആണായ ഒരു കുട്ടി നിങ്ങൾ അള്ളാഹു തന്നില്ലേ, അതിന് നിങ്ങൾ പെൺവേഷം കെട്ടിക്കരുത് കേട്ടോ. ചിലരെന്താ പറയുമോ, അപ്പോഴല്ലേ കുട്ടിയൊക്കെ ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ, പിന്നെ ഇടാൻ പറ്റുമോ? ഓൽക്ക് ഓല പൂജയൊക്കെ ചെയ്യേണ്ടത് ഇവിടുന്ന് തന്നെയല്ലേ. എന്ത് പൂതി? എന്താ ജീൻസ് ഇട്ടാനുള്ള ഒരു പൂതി? എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊരു ആ പെൺകുട്ടിക്ക് എന്താ ജീൻസ് ഇട്ട് കൊടുത്തിട്ട് ഒരു പൂതി എന്ന് പറയാം? എന്താ അപ്പം അതിന്റെ അകത്തുള്ളത്? അതിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ. പക്ഷെ നിങ്ങൾക്കൊന്ന് കേൾക്കണോ, ചെറുപ്പത്തിലുള്ള ശീലമുണ്ടല്ലോ അത് ഓളം മനസ്സിൽ നിന്ന് അങ്ങനെ പോകൂല. അത് കൊത്തിക്കൊടുത്ത ഉമ്മക്ക് അല്ലാഹു വെറുതെ അല്ലാഹു നിൽക്കൂല. ശിക്ഷ വരും, പാർസൽ അവിടെ വരും. മയ്യത്ത് അവിടെ ചെല്ലുമ്പോഴേ വിവരം അറിയുള്ളൂ. എല്ലാം കൂടി കൂടിയിട്ട് നിസ്കരിച്ചത് സ്വീകരിച്ചില്ല. നോമ്പാണെങ്കിൽ പോയി, ഹജ്ജാണെങ്കിൽ പോയി, എല്ലാം പോയും ചെയ്ത് ഇടങ്ങറുണ്ടോന്നൊക്കെ വന്നും ചെയ്തു. അതാണ് അക്കൗണ്ടിലേക്ക് നല്ലതൊന്നും വന്നില്ല, എല്ലാം വേണ്ടാത്ത ഉണ്ട് അല്ലേ. അപ്പോ വസ്ത്രധാരണ രീതിയിൽ പച്ചപ്പരിഷ്കാരികളായ ആളുകളുടെ കൂടെ ഇരിക്കുക പോലും നിങ്ങൾ ചെയ്യരുതെന്നാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്. ഇത്തരം അധർമ്മകാരികളെ ഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ സൂറത്ത് തൗബയിൽ 96-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു ആളുകളെ തൃപ്തിപ്പെടൂല, ഈ തമ്മാടികൾ അള്ളാഹു തൃപ്തിപ്പെടൂല. നിങ്ങളോടല്ലേ ഇപ്പത് ഉണ്ട്? പെൺകുട്ടികളെ ജീൻസ് വേറെയാണ് മൗലവി. നിങ്ങൾ പഠിച്ചോണ്ട് പറഞ്ഞേക്കേണ്ടി, അത് വേറെയാണ് മൗലവി, തോട്ടങ്ങനെ ഫിറ്റായത് യാതിയാണ്, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ നിങ്ങൾ നാടോടുന്നതിനനുസരിച്ചല്ല ഓടേണ്ടത്. ഇസ്ലാം നിങ്ങൾക്ക് ഓടിക്കാണിച്ചെന്നൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ പിന്നാലെ ഓടുന്നവർക്കാണ് ധർമ്മബോധം ഉണ്ടാകുക, അല്ലാത്തവർക്ക് അധർമ്മബോധം ഉണ്ടാകും. അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയില്ല. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു രണ്ടു കാര്യങ്ങൾ. ഈ തരം ഡ്രസ്സുകളൊക്കെ അണിയുന്നതിന്റെ എല്ലാറ്റിന്റെയും അവസാനത്തെ ഒരവസ്ഥ എന്താന്ന് വെച്ചാൽ ലൈംഗികതയിലേക്കാണ് ഇതെല്ലാം എത്തുക. ആൺകുട്ടികളായാലും പെൺകുട്ടികളായിരുന്നാലും 10-12 വയസ്സാവുമ്പോഴേക്കും അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പിന്നെ വരുന്ന അധർമ്മമാണെന്ത്? ലൈംഗികത, സെക്ഷൽ കണക്ഷൻസ്. എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അതിന്റെ ലോഡ് ഞാൻ പറയുന്നില്ല. എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടുമുണ്ട്. ഈ അധർമ്മത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. ഖുർആനിൽ അല്ലാഹു പറയുന്നു, സ്വവർഗഭോഗികൾ, ആണും പെണ്ണും 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 തമ്മിലുള്ള സംയോഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അധാർമികതയായി ഖുർആൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുന്ന എത്രയോ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള പരമ്പരകൾ, പത്രം പ്രസിദ്ധീകരിച്ച നാറിയ കഥകൾ നമ്മൾ വായിച്ചവരാണ്. ഓരോ കോളേജുകളിലും മെഡിക്കലിനും എൻട്രൻസിനും അവിടെ ഇവിടെയൊക്കെ ഡെന്റൽ കോളേജുകളിലും ഒക്കെ പഠിക്കാനയക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മളുടെ കുട്ടി ഏറ്റവും വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്, ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യക്കൊരുങ്ങി. ചിലര് അത് എല്ലാരും ഒഴിവാക്കി കല്യാണം കഴിച്ചു. എന്നിട്ട് പിന്നെ അവസാനം വരുമ്പോ നമ്മള് ഓലിപ്പം മാറിയിരിക്കുന്നു, ഓലക്കപ്പോ മാറി, ഓലക്കം എല്ലാം മാറി. ആരും നമ്മളെ മാറിയില്ല, തനി പോലും മാറുന്നത്. മനസ്സില മാറലെങ്ങനെ വെച്ചാല് മുമ്പ് ഒരു അരിജൻ ആയിട്ടുള്ള ഒരു ആള് പിന്നെ മതം മാറാൻ പറഞ്ഞ അച്ഛൻ, അനക്കെന്താ വേലായുധാ മതം മാറിക്കൂടെ, ചാക്കോച്ചനോ അല്ലെങ്കിൽ ജോയിയോ എന്തെയ്യുന്ന ആയിക്കൂടെ വെച്ചു. അതിന് എനിക്കൊരൊന്നുമില്ല അറിഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടി വെച്ചു? മാമോദിസ മുക്കണം എന്ന് പറഞ്ഞു. മാമോദിസ എങ്ങനെയാ മുക്കേണ്ടി വെച്ചു? മാമോദിസ മുക്കേണ്ട ഒന്നുമില്ല, നീ മേടയിലേക്ക് വാ.
മേടയിലേക്ക് വന്നാൽ ഞാൻ മുക്കിത്തരാം. അങ്ങനെ മേടയിലേക്ക് ചെന്നപ്പം നമ്മളിപ്പോ ഒരാൾ മുസ്ലിമായി വന്നാൽ നമ്മളെന്താ ചെയ്യാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന തൗഹീദ് ചൊല്ലി കൊടുക്കും അല്ലേ? അങ്ങനെ പറഞ്ഞാൽ മുസ്ലിം ആവും. മറ്റേത് പറഞ്ഞാലോ മാമോദിസ മുക്കിയാൽ മറ്റേതും ആവും. അങ്ങനെ മാമോദിസ മുക്കാൻ കൊണ്ടേ അവിടെ ചെന്നപ്പോ ഇവനോട് പറഞ്ഞു, മാമോദിസ മുക്കുന്നതിന്റെ ആദ്യപടിയായിട്ട് പറഞ്ഞു, ഞാൻ വേലായുധനല്ല, ഞാൻ ഔസേപ്പാണ്. അങ്ങനെ 3 വട്ടം പറയാൻ പറഞ്ഞു. 3 വട്ടം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ മറ്റ് സുവിശേഷങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഇനി മുതൽ വേലായുധൻ എലിനെ ചുട്ട് തിന്നരുത്, അതുപോലെ തന്നെ ചത്ത് വണ്ടി കുടുങ്ങിയത് നാറിയത് അങ്ങനത്തെ ഒന്നും തിന്നരുത്, ഇനി അങ്ങനത്തെ ഇതൊന്നും തിന്നാൻ പാടില്ല, നമുക്ക് നമ്മളുടേതായ ഒരു ജോസഫിന്റേതായ സംസ്കാരം നമ്മൾ നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞോട്ടു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പം വേലായുധനൊരു ദിവസം അച്ഛൻ കണ്ടു. അച്ഛൻ ചോദിച്ചു, ഈ മാമോദിസ മുക്കി കൊടുത്തേ? അല്ല വേലായുധ, അച്ഛനായ വകയിൽ കോളം ഔസേപ്പായ വകയിൽ കോളൊന്നും ചോദിച്ചു. നമ്മൾ അനങ്ങിയ കോളിന്റെ ആൾക്കാരാണല്ലോ. അല്ല കല്യാണം കഴിച്ച വകയിൽ കോളില്ലേ? കുട്ടികളുണ്ടായ വകയിൽ കോളില്ലേ? ഭാര്യ തെറ്റിപ്പോയ വകയിൽ കോളില്ലേ? പിയാപ്പിള ഒഴിവാക്കിയ വകയിൽ കോളില്ലേ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ ഇത് ഔസേപ്പായ വകയിൽ കോളില്ലേ ചോദിച്ചു. എന്താ വേണ്ടി വെച്ചോ? നീ എന്റെ വീട്ടിലേക്ക് സൽക്കരിക്കണോ ഒരു ദിവസം? സൽക്കരിക്കാനാണ്. അങ്ങനെ സൽക്കരിച്ച് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചപ്പം ഭക്ഷണത്തിന്റെ കൂടുതൽ എലിനെ ചുട്ടുണ്ട്. അപ്പോ അച്ഛൻ ചോദിച്ചല്ല, അപ്പൊ നീ ഔസേപ്പായില്ലേ? ആയച്ചോ, പിന്നെന്താ എലി വിട്ടത് ഇവിടെ? അതോ അച്ഛൻ കേൾക്കണോ? ഞാനത് തിന്നുമ്പോൾ ഇതെലിയല്ല പന്നിയാകുന്നു, 3 വട്ടം പറഞ്ഞാ തിന്നല്. ഞാൻ അങ്ങനെയല്ല ഔസേപ്പായത്. അപ്പൊ ഈ എലി ഇപ്പൊ എന്താ 3 വട്ടം പറഞ്ഞാൽ മതിയാവൂലേ? 3 വട്ടം പറയുന്നതോടുകൂടി ഇത് എന്തെങ്കിലും ഒന്നും ആവുമല്ലോ. ശരി, അങ്ങനെ 3 വട്ടം പറഞ്ഞിട്ട് അത് തിന്നല്. അപ്പൊ അച്ഛനക്ക് തോന്നി, എന്നാ പിന്നെ എല്ലാം അങ്ങനെ തിന്നല്ലേ? അങ്ങനെ മുസ്ലിം ആകയില്ല. അങ്ങനെ ഒരാൾക്ക് മുസ്ലിം ആകയില്ല. മുസ്ലിം ആവണമെങ്കിൽ അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ത്യാഗം ചെയ്യണം, മനസ്സിനെ പരിശീലിപ്പിക്കണം. ഒരുപാട് പാഠ്യ പദ്ധതികളുണ്ട്, അതെല്ലാം ഉൾക്കൊള്ളണം. ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ലഗേജ് പരലോകത്തെ മയ്യത്തിന്റെ കൂടെ വരുള്ളൂ കേട്ടാ. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഏറ്റവും വലിയൊരു മോഹമുള്ള കാര്യമാണ് മനുഷ്യർക്ക് ലൈംഗികത, ആണായാലും പെണ്ണായിരുന്നാലും. അത് പല തരത്തിലുണ്ടാവും, പല പ്രായത്തിലും പല കോലത്തിലുമാണ് അത് വരിക. ഇസ്ലാമിന്റെ കാലത്തിന് മുമ്പ് വന്നൊരു പ്രവാചകനായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖുർആൻ ദാ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നു, ശ്രദ്ധിക്കാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നക്കും തെഴുത്തൂനൽ ഫാഹിഷത്ത, നിങ്ങൾ പ്രവർത്തിക്കുന്നത് നികൃഷ്ടമായ പ്രവർത്തനമാണ്. എന്താണ്? സ്വവർഗഭോഗം. അതായിരുന്നു ലൂത്ത് നബി അധാർമികമായി ആ സമൂഹത്തിൽ ഏറ്റവും എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും മോശമായ പ്രവർത്തനമാണ് ചെയ്യുന്നത്. മാ സബഖക്കും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ, ലോകത്താരും ഇതിനു മുമ്പ് ഈ ദുർപ്രവൃത്തി ചെയ്തിട്ടില്ല. നിങ്ങളാണ് ആദ്യമായി സ്വവർഗഭോഗം കൊണ്ടുവന്നത്. സ്വവർഗഭോഗം ചെയ്യുന്നത് നിങ്ങളാണ്. അയിന്നക്കുള്ള തെഴുത്തൂന റിജാല, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ഒന്ന്, നിങ്ങൾ പുരുഷന്മാരുടെ അടുത്ത് വികാരപൂർത്തീകരണത്തിന് പോവുകയാണ്. തഖ്തഊന സബീല, നിങ്ങൾ വഴി കൊള്ളയടിക്കുന്നു. നാദിയക്കും മുങ്കറ, നിങ്ങളുടെ എല്ലാ സദസ്സുകളിലും നിങ്ങൾ നീചമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ പെരുമ്പറയടിക്കുന്നു. അതെങ്ങനെ? ഒരു 2 കാര്യം നമുക്ക് മനസ്സിലായി. ഒന്ന്, കൊള്ളടിക്കുക. അതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോ എല്ലാ ദിവസവും ആൾക്കാർ കൊഴൽപ്പണക്കാരന്റെ വയ്യാലപ്പാഞ്ഞി പിടിച്ചു, ഓനെ കൊണ്ടുപോയി, ഒക്കെ നമ്മൾ കേൾക്കലുണ്ട്, കൊന്ന് നമ്മൾ കേൾക്കലുണ്ട്. പിന്നെ സ്വവർഗഭോഗികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെൻമാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ അതിനുണ്ട്. അവിടെ ആണും പെണ്ണും തമ്മിലാണ് ലൈംഗികമായ ബന്ധം പുലർത്തുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ മൗലിക അവകാശങ്ങളായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. ഖുർആൻ ആ സംസ്കാരം, ആ പച്ച സംസ്കാരത്തെ വളരെ മോശമായി നികൃഷ്ടമായ പ്രവർത്തനമായി ഖുർആൻ ചിത്രീകരിക്കുന്നു. ഖുർആൻ പറയുന്നു, നിങ്ങൾ പുരുഷന്മാരുടെ അടുത്ത് വൃത്തികേട പ്രവർത്തനത്തിന് പോകുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ കൊള്ളയടിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സദസ്സുകളിൽ വളരെ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എന്താ, നമുക്കൊരു സദസ് ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കല്യാണ സദസ്സം ഉണ്ടാവും. നമുക്ക് ഒന്ന് മൊയിലാഞ്ചിട്ട് കുത്തിരിക്കുന്ന പെൺകുട്ടികൾ പാട്ട് പാടുന്നു, മൊയിലാഞ്ചി പാട്ട്, മറ്റേ പാട്ട്, ഏത് പാട്ടായിരുന്നാലും നമുക്കറിയാം അതിലൊരു നീചത്വം വരുന്നുണ്ട് അല്ലേ? ഒരു പാട്ടിന്റെ അകത്ത് ആർക്കും ഒരു ഗുണമില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പേര് മുസ്ലിം എന്നാണ്. നിങ്ങളെ പുരയിലൊരു കല്യാണം ഉണ്ടായി നോക്കണം, സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയോ ആണ്.
ഏതൊക്കെയോ ചെറുപ്പക്കാരാണ്. എന്നിട്ട് പെൺകുട്ടികളെ കൊണ്ട് സ്റ്റേജിൽ കൊണ്ട് കേച്ചിരുത്തി പാട്ട് പാടിക്കുകയാണ്, തോന്നിവാസങ്ങൾ ചെയ്യിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു കമന്റ് ഒരു ചെറുപ്പക്കാരന്റെ വക, ഭർത്താനല്ല അതെ. അതോടുകൂടി ഓള് ഫ്ലാറ്റ്. അതാണ് ഫ്ലാറ്റിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ ഐഡിയ സ്റ്റാർ സിംഗർ. അത് ഫ്ലാറ്റ് ആകാൻ ഈ സമൂഹം ഫ്ലാറ്റാകാനുള്ള ഫ്ലാറ്റാക്കൂട്ടരത്. എത്ര പെണ്ണുങ്ങളാണ് ഇനിയിപ്പോ എങ്ങനെയാണ് 25 ലക്ഷം ഉറുപ്പിന്റെ ഫ്ലാറ്റ് കിട്ടിയില്ലേ, നിന്റെ മോൾ അതെന്നെ പഠിപ്പിക്കണം. ഏത് വരി തത്തിക്കൊരിടതവും കൊത്തിക്കൊരിടതവും, അങ്ങനെ തത്തിക്കോരി കോരി പുറത്തേക്ക് ഇട്ട് അങ്ങനെ ഒരു 100,000 എണ്ണത്തിന് കോരി പുറത്തേക്ക് ഇടുമ്പോ ബാക്കി സമൂഹം ഫ്ലാറ്റ് അല്ലേ. എന്തായിക്കോട്ടെ, ഒരു പാട്ട് നമ്മളെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും നമ്മളെ മനസ്സിൽ ഒരുപാട് നീച സ്വഭാവങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം അത് വേണ്ട അറിയാൻ കാരണം. പക്ഷെ നമ്മളിപ്പോ ഒരു കല്യാണം ഉണ്ടാകുമ്പോ ഒരു കല്യാണത്തിനാണല്ലോ മാ ബൈനൽ ഹലാലി വൽ ഹറാം ഒന്ന് ദഫ് മുട്ടല്. ദഫ് മുട്ട നിങ്ങൾ മുട്ടുവോ? ദഫ് ഇല്ല, ദഫ് മുട്ടൂല. ദഫല്ല മുട്ടുണ്ട്, ഡ്രമ്മ്, പിന്നെ ജാസ്, കൂസ്, അതിനടിക്കുക, ഇതിനടിക്കുക, ഇതിന് തട്ടുക. അപ്പൊ എന്റെ മുടി അതിനനുസരിച്ച്, കോലം അതിനനുസരിച്ച്, മുഖം അതിനനുസരിച്ച്. അപ്പൊ നിങ്ങള് ഇപ്പോഴോ ഒക്കെ ലെവലായില്ലേ, ഫ്ലാറ്റ് ആയില്ലേ? അതാ പ്രശ്നം. ഒരു കല്യാണപ്പുരയില് കല്യാണം കഴിയുമ്പോഴേക്ക് അവിടുത്തെ ഒരു മുതിർന്ന 2-3 ഉമ്മാരുണ്ടാവും. ഐറ്റിങ്ങളുടെ 5 വയസ്സ് കൂടും 3 ദിവസം കൊണ്ട്. കൂടും. എന്താ കാരണം അറിയോ? ഓരോരോ പെൺകുട്ടികളെ അധർമ്മം കണ്ടിട്ട് താനും പെയ്യ അളാമന്റെ മോളാണ് ഉള്ള നസ്രാണിച്ച് പോയി നിൽക്കുന്നുണ്ട്. അവിടെ കട്ടി എന്താ ആവശ്യത്തെ അവിടെ പോയി നിൽക്കുക. എന്നിട്ട് മുണ്ടാൻ കയ്യാണ്ട വയസ്സ് കൂടുക എന്തല്ലോ. മിക്ക പെണ്ണുങ്ങൾക്ക് മിണ്ടാൻ കയ്യാണ്ട വയസ്സ് കൂടും. മിണ്ടാൻ കയ്യാണ്ടെന്നാ വയസ്സ് കൂടും. നിങ്ങൾ നോക്കേണ്ടി, നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാത്ത ചില അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ പ്രായം വർദ്ധിക്കുകയും നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുകയും ചെയ്യും. കല്യാണം ഉണ്ടായ പ്രായപൂർത്തി എത്തിയ പെണ്ണുങ്ങളുടെ മനസ്സ് മുഴുവനും അപകടത്തിലേക്കാ പോകുന്നത്. പണ്ട് വേറെ ഇത്ര അങ്ങോട്ട് വരുന്നത് അളാമന്റെ മോന്റെ പിയാപ്പന്റെ അൻസ ഒന്നും പറയാൻ വയ്യ. ഓനുണ്ട് അവിടെ നിന്നിട്ട് ഓനെ ഈ തോണിപ്പുറത്ത് കൊമ്പത്ത് കൊക്കുത്തിരിക്കും പോലെ കുത്തിരിക്കുന്നുണ്ട് അവിടെ. അത് നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലേ? അപ്പൊ നിങ്ങള് അല്ല ഇങ്ങോട്ട് വാ, അപ്പോൾ വരാന്ന് ഇങ്ങോട്ട് പോരുന്ന അധികം വിളിക്കാനും കഴിയില്ല. കാരണം വിളിക്കുമ്പോൾ മറ്റോనికి സംശയം വരും. മറ്റോന് സംശയം വന്നാൽ മറ്റോനും കുടുംബവും ഒക്കെ ആയിട്ട് പ്രശ്നമാവും. അതുകൊണ്ട് മിണ്ടാണ്ടക്കല. അങ്ങനെ കല്യാണം നടക്കുന്നത് 2-3 ദിവസത്തിന്റെ പരിപാടിക്ക് ഒരു ഉമ്മാനെ സംബന്ധിച്ചുള്ള 5 കൊല്ലത്തെ വയസ്സ് കയറും. കാരണം കണ്ടില്ല കേട്ടില്ല. പിന്നെ കല്യാണം കഴിഞ്ഞോലെ പുരക്കാര വക അതും കൂടി കിട്ടി വരും. അധർമ്മങ്ങൾ പലതും അല്ലേ? അധർമ്മങ്ങൾ പലതുണ്ട്, എണ്ണിപ്പറയാന് എന്നറിയില്ലേ? അതേമാതിരിയുള്ള എണ്ണിപ്പറയാനുള്ള അധർമ്മങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. എന്താ, പിയാപ്പളിനെ തക്കരിക്കണ്ടേ, അമ്മായിമ്മനെ തക്കരിക്കണ്ടേ, അമ്മശാങ്കനെ ഇരുത്തണ്ടേ, മറ്റവന്റെ കുച്ചിപ്പുടി വേണ്ടേ, ബലെ ഭരതനാട്യം വേണ്ടേ, പിന്നെ എല്ലാവർക്കും തൊലക്കിലാക്കി കൊടുത്തയക്കണ്ടേ, സമൂസ, ഇറച്ചിപ്പത്തിരി, നർച്ചപ്പത്തിരി, മറ്റേ മുട്ടപ്പോള, മുട്ടമാല, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ തലയെ കയറ്റിയിട്ട് ഒരു ഉമ്മാമൻ്റെ അടുത്ത് കൊടുത്തയക്കട്ടെ. കാരണം അവിടെ നക്കിപ്പിന് ഗതിയില്ലാത്ത ഒരു തള്ളിയും തന്തിയുണ്ട് അവിടെ കാത്തിരിക്കുന്നത് തിന്നേ. ഇതിപ്പോ അധർമ്മത്തിന്റെ ഇരുണ്ട മുഖങ്ങൾ ഇതുങ്ങളെ ഇരുണ്ട് കൂടി വരുന്നുണ്ട്. നിങ്ങളെ മുഖപ്പരാശ കുറെ ആൾക്കാർക്ക് ഇരുണ്ട് വരുന്നുണ്ട്. കാരണം ഇന്നലെ കോൾ കൊടുത്തയച്ച ഉണ്ടാവും. ഈ കോൾ ഇന്നലെ ഉണ്ടാക്കി കൊടുത്താഴ്ചകളുണ്ടാവും. ഓരോ മുഖം ഇങ്ങനെ ഇരുണ്ട മുഖം, ഓരോരോ പ്രസംഗം. ഞാൻ ഇല്ലട്ടകട്ട് ഞാനകട്ടില്ല, എനിക്ക് മതിയായി. എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് നിങ്ങളെ പ്രസംഗം. നമ്മളന്നാക്കാനല്ല. എന്താ ഒരു കോൾ കൊടുത്തയച്ചിട്ട് ഒന്നായിട്ട് ആകാശം ഇടിഞ്ഞു വീകുവോ എന്നൊക്കെ ചോദിക്കുക. ആകാശം ഇടിഞ്ഞു വീകൂല, അന്റെ പ്രവർത്തനങ്ങള് പെൻഡിങ്ങിലാവും. അന്റെ പ്രവർത്തനം പെൻഡിങ്. കേട്ടാ, നമുക്ക് നോക്കാം. അപ്പോ ദുർവൃത്തി ചെയ്യരുത്. ഈ സമൂഹം ദുർവൃത്തി ചെയ്തപ്പോൾ ഫമാക്കാന ജവാബ കൗമിഹി, ആ സമൂഹത്തിൽ നിന്ന് ഈ ദുർവൃത്തിയൊക്കെ ചെയ്തിട്ടും അവര് ലൂത്ത് നബിയോട് മറുപടി പറഞ്ഞത് ഇല്ല അൻകാലു ഉയർത്തിനാബി അതാബില്ല, അങ്ങനെയാണെങ്കിൽ പടച്ചോന്റെ ശിക്ഷ മണ്ണിൽ കൊണ്ടാണ്. അതാ ഒരു മറുപടി പറഞ്ഞത്, നന്നാവാന്നല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അധർമ്മത്തിന് ആ സമൂഹത്തിന് അള്ളാഹു കൊടുത്ത ശിക്ഷ എന്തൊക്കെ അറിയോ? ഇപ്പൊ ഒരു പ്രത്യേക തണുപ്പൊക്കെ വരുന്നുണ്ട് അല്ലേ, ഒരു പ്രത്യേക കാറ്റ് വരുന്നുണ്ട് അല്ലേ, ഇപ്പൊ ഒരുപാട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, നിങ്ങൾ അറിയുന്നുണ്ടല്ലേ?
ഇപ്പൊ മേഘം താഴെ വീണിട്ട് സ്കൂൾ തകർന്നു വീണ് അധ്യാപകരും കുട്ടികളും മരിച്ചതായിട്ട് ഇപ്പൊ അടുത്ത ദിവസം വാർത്ത കേട്ടില്ല നിങ്ങൾ? മേഘം താഴത്തേക്ക് വീണിട്ട് അറിഞ്ഞില്ലയോ? ഇല്ല. നിങ്ങൾ പത്രം വായിക്കൽ നിർത്തിയോ? അപ്പൊ കാലഘട്ട വിജ്ഞാനം നുകരണം കേട്ടോ. എന്നാലേ അള്ളാഹു എന്തൊക്കെ പണിയാണ് ഇവിടെ നിൽക്കുന്ന അറിയുള്ളൂ. നമ്മളേറ്റ് ആ ഒരു ബന്ധുവില്ല. മേഘത്തിന്റെ ഹിമക്കട്ട വന്നിട്ട് സ്കൂളിന്റെ മുകളിൽ വീണിട്ട് ബിൽഡിംഗ് തറന്നുപോയി. മനസ്സിലല്ലേ? ഭയങ്കരമായ അപകടം വന്നു. കുട്ടികൾ ഒരുപാട് മരിച്ചു, അധ്യാപകർ മരിച്ചു. സ്കൂളിന്റെ മുകളിൽ അത് വീണത്. അത് അള്ളാഹു ചോദിച്ചില്ലേ? ആ അമിൻതും മൻഫിസ്സമാ, ആകാശമുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? പടച്ചമ്പുരാൻ ആകാശം തകർത്തു വീഴ്ത്തുകയില്ല എന്ന നിലക്ക് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ വരുമ്പോ ഇത്തരം അധർമ്മൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു ആ സമൂഹത്തിന് വരുത്തിയ ശിക്ഷ എന്താ അറിയോ? ആ ലൂത്ത് നബിയുടെ സമൂഹത്തിന് ഒന്ന് കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി. രണ്ട്, അവരെ അവരുടെ നാടിനെ അള്ളാഹു കീഴ്മേൽ മറിച്ചു. ദമ്മർനാഹാത്തദ്മീറൻ, ഒരു അടിമേൽ മറിക്കൽ അള്ളാഹു മറിച്ചു കേട്ടോ. പിന്നെ ചൂള വെച്ച ഇഷ്ടിയക്കല്ലുകൾ കൊണ്ട് ആ സമൂഹത്തെ അള്ളാഹു അവരുടെ മേൽ പ്രഹരിച്ചു. 4 ഘോരമായ ശബ്ദം ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത നിലക്ക് അള്ളാഹു സൃഷ്ടിച്ചു. ഈ 4 തരത്തിൽ ആ സമൂഹത്തെ അള്ളാഹു സൃഷ്ടിച്ചു ഈ അധർമ്മം വന്നപ്പോൾ. എന്താ അവർ ചെയ്ത അധർമ്മം? 1 സ്വവർഗഭോഗം, 2 കൊള്ളയടി, 3 അവരുടെ സദസ്സുകളിൽ നീചമായ പ്രവർത്തനങ്ങളില്ലേ? അങ്ങനെ പാട്ടും കൂത്തും. ഇപ്പൊ നമ്മളെ പെൺകുട്ടികളൊക്കെ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത് ഏകദേശം നടക്കുന്നത് തന്നെ ഏകദേശം പിന്നെ ഒരു നൃത്തം ചവിട്ടണ മാതിരിയാണ് അല്ലേ? ആ അപ്പൊ ഉമ്മക്ക് തന്നെ മോളോട് ദേഷ്യം വരലോടി. അത് ഉമ്മക്ക് ദേഷ്യം വരാൻ കാരണം ഉമ്മന്റെ ആരോഗ്യം പോയിട്ടോ. ഉമ്മന്റെ ആരോഗ്യം സൗന്ദര്യമൊക്കെ പോയപ്പോ ഓളൊരു വിലക്കബല വിലസല് ഞാൻ കാണിച്ചു കൊടുക്കാതുള്ള ആ ദേഷ്യ, അതാണ് നന്നാകാനുള്ള ദേഷ്യമല്ല കേട്ടോ. ഓരോരോ പെൺകുട്ടികൾ ഇങ്ങനെ വിലസുക. അപ്പൊ ഉമ്മക്കൊന്നും പറയാനും വയ്യ. മോള് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങളെന്നെ അന്നായത്? നിങ്ങളെ നിസ്കാരക്കുപ്പായ ഇതൊക്കെ എനിക്കറിയില്ലേ, നിങ്ങളെന്നെ നിസ്കാരക്കുപ്പായ അടിപ്പിച്ചത്? അപ്പൊ പേടിച്ചിട്ട് മിണ്ടൂല. സത്യത്തിൽ നിങ്ങൾ എന്താ വേണ്ടി അറിയോ? മോളെ തെറ്റുപറ്റിയിട്ട് ഉമ്മാക്ക് അപകടങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, മാപ്പ് ഞാൻ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്റെ മോക്ക് വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞൂടെ? അത് പറയില്ല. അതിന് പകരം എന്നെ നന്നാക്കണ്ട, നന്നാകാൻ നോക്കുന്നുണ്ട് വെറുതെ ചാടി കളിക്കുക. അതുകൊണ്ട് കാര്യമില്ല കേട്ടാ. അപ്പൊ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് എന്താക്കുക, റെഡിയാക്കുക. ഇനി ഇതുപോലെ തന്നെ അധർമ്മത്തിന്റെ മറ്റൊരു ഭാഗം, ചില ആളുകള് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ വിവാഹം കഴിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറഞ്ഞു. അവർക്കൊരു ലൈംഗികമായ സംസ്കാരവും ഇസ്ലാം പഠിപ്പിച്ചു. ആ ലൈംഗികമായ സംസ്കാരം വിട്ടുകൊണ്ട് ചില ആളുകൾ ദുർവൃത്തിയിലേക്ക് നീങ്ങുന്നു. ഖുർആൻ അള്ളാഹു ചോദിക്കുകയുണ്ടായി. എന്ത്? അള്ളാന്റെ പ്രവാചകനോട് അവർ ചോദിക്കുന്നു, സമൂഹം യസ്അലൂനക അനിൽ മഹീൽ, ആർത്തവ രക്തത്തെക്കുറിച്ച് നിന്നോട് അവർ ചോദിക്കും. കുൽ ഹുവ, അത് മ്ലേച്ഛമാണെന്ന് അറിയിച്ചേക്കുക. അതുകൊണ്ട് ഫഅ്തസിലു നിസാ ഫിൽ മഹീലി, ആർത്തവ വേളയിൽ ഭാര്യയുമായി വിട്ടുനിൽക്കണമെന്ന് അവരോട് നിർബന്ധിക്കുക. വലാ തഖറബുഹുന്ന ഹത്താ യതുഹുർന, ശുദ്ധിയാകുന്നവരെ അവരുമായി യാതൊരു ബന്ധം പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞേക്കുക. അപ്പോ എന്നാലോ ഫൈദാ തതഹർന ഫൗതുഹുന്ന മിൻ ഹൈസു അമറകുമുല്ലാഹ്, അല്ലാഹു കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ബന്ധം പുലർത്താം എന്ന് ഖുർആൻ പറഞ്ഞതാ. ഇനി അതിന് തന്നെ ചില ആളുകൾ, ചില മൃഗങ്ങൾ, അതായത് എന്താ പറയാ, നമ്മള് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് സെക്ഷൻ കേട്ടോ. ആ സെക്ഷൽ രംഗത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, മൻ അതാ ഹായിലൻ ഔ ഇംറാത്തൻ, ഒരു സ്ത്രീയുടെ പിന്തുവാരത്തിലൂടെ, ഫീ ദുബിരിഹ, അവളുടെ പിന്തുവാരത്തിലൂടെയോ അല്ലെങ്കിൽ മെൻസസ് പീരിയഡിലോ ഒരു പെണ്ണുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്കിറക്കിയ ഖുർആന്റെ ശത്രുവാണ് അവൻ. ആണും പെണ്ണും ഇതൊക്കെ പല തരത്തിലും ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അള്ളാന്റെ റസൂൽ സ്വന്തം അള്ളാന്റെ പ്രവാചകന് വെറുതെ സംസാരിക്കൂല, റസൂലിന് വഹിയിട്ടിട്ട് സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ വന്നു പോയാൽ, ഹൈദിന്റെ സന്ദർഭത്തിൽ ഒരാൾ ദാമ്പത്യ ബന്ധം പുലർത്തിപ്പോയാൽ അതിന് പ്രായശ്ചിത്തം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അറിയോ? ഇസ്ലാം അതിന്, അഥവാ ഏതെങ്കിലും ഒരു മൃഗപ്രായനായ ഒരു മനുഷ്യൻ വികാരത്തിന് അടിമപ്പെട്ട് ആ നിലക്ക് പ്രവർത്തിച്ചു പോയാൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ആർത്തവത്തിന്റെ തുടക്കത്തിലാണ് ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തെങ്കിൽ 1 ദീനാർ കഫാറത്ത് കൊടുക്കണം. 1 ദീനാർ കേട്ടോ. 4 ഗ്രാമും 5 മില്ലി ഉണ്ടാവും സ്വർണ്ണ പ്രായശ്ചിത്തായിട്ട് കൊടുക്കണമെന്ന്. ഇനി ആർത്തവത്തിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിലോ
അര ദീനാറ് കൊടുത്താൽ മതി എന്നാണ് അഖ്വാലുൽ ഉലമാ. അര ദീനാറ് കൊടുത്താൽ മതി, പണ്ഡിത അഭിപ്രായം അങ്ങനെയാണ്. അങ്ങനെ അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല, നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു മോശപ്പെട്ട കാര്യമാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇസ്ലാമിന്റേതായ സംസ്കാരമാണ്. ഇതൊക്കെ അധർമ്മത്തിന്റെ ഇരുണ്ട മുഖങ്ങളാണ്. ഇതൊന്നും നമുക്ക് ധർമ്മത്തിന്റെ നന്മകളുടെ ഒരു മേച്ചിൽ പുറത്തേക്കും നമ്മൾ എത്തിക്കുകയില്ല. സദാ സെക്ഷൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ മൃഗമാണ്, ആണായാലും പെണ്ണായാലും കേട്ടോ. അതിനൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അതിൻ്റെതായ സംസ്കാരങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ വെച്ച മതമാണ് ഇസ്ലാം കേട്ടോ. അതുപോലെ തന്നെ ഒരു പെണ്ണ്, സ്ത്രീകൾ ഇപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക അധർമ്മമാണ്. നാട്ടിൽ അധർമ്മമുണ്ടാക്കും, അത് ഒരുപാട് ആളുകളെ നശിപ്പിക്കും. അള്ളാഹു റസൂൽ പറയാണ്, അയ്യുമാ ഇമ്രാത്തിൻ ഇസ്തഅ്തറത്ത്, ഏതെങ്കിലും ഒരു പെണ്ണ് അത്തർ ഉപയോഗിച്ചു, സുമ്മ മറത്തൽ ഖൗമി, പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി നടന്നാൽ എന്തിന്, ലിയജിദു റീഹഹ, അവളുടെ വാസന എല്ലാവരും അറിയാൻ. അങ്ങനെ ചെയ്താൽ ഫഹിയ സാനിയത്തുൻ, അവൾക്കുള്ള ശിക്ഷ വ്യഭിചാരിണിയുടേതാണ്. എന്താ കേൾക്കണ്ട്? സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ അതൊക്കെ ചെയ്യേണ്ടത്. ഏത് നല്ല സുഗന്ധം പരിമളം പൂശുന്ന നല്ല വൃത്തിയുള്ള വസ്ത്രമണിഞ്ഞ് ഭർത്താവിനെ കയ്യിലെടുക്കുന്നതിന് പകരം ബസ്സിലെ കണ്ടക്ടർ കയ്യിലെടുത്തിട്ട് എന്ത് കാര്യം? ബസ് കയറും, കണ്ടക്ടർ മേഡം എങ്ങോട്ടാണ്, ഒരു മേട്ടം കുടുങ്ങി, അതോടുകൂടി വീണു. മേഡം ആരാ നിങ്ങളൊക്കെ വിളിക്കല്? കണ്ടക്ടറും പൊരയിലെന്തെയും വിൽക്കാൻ വരുമല്ലോ, അല്ലാണ്ട് അല്ലേ? അവിടെയാണ് ഓരോ ദിവസങ്ങളും നമ്മളുടെ ഈ പത്രങ്ങളിൽ വരുന്ന പിന്നെ കഥകൾ മനസാക്ഷിയുള്ള ആളുകളെ ഞെട്ടിപ്പിക്കും അല്ലേ? ഓരോ പെൺകുട്ടികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഥ, പത്രങ്ങളിൽ അടിച്ചു വരുന്ന കഥകൾ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് ഒരുപാട് തട്ടിക്കൊണ്ടുപോകല്, പെൺവാണിഭങ്ങള് അരങ്ങ് തകർക്കുന്നു. എന്നിട്ടും നമ്മുടെ സ്ത്രീ സമൂഹം ഉണരുന്നില്ല. ഈ ഒരു ആളുകളെ സംബന്ധിച്ചോളം ഇവിടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് മതമോ ദൈവമോ പരലോക ചിന്തയോ ഇല്ലാത്തവരെ സംബന്ധിച്ചോളം രക്ഷപ്പെടാൻ പഴുതുകളുള്ള ജുഡീഷ്യറിയുടെ ഒരു ചെറിയ ശിക്ഷ അഭിമുഖീകരിച്ചാൽ മതി അവർക്ക് അല്ലേ? നാട്ടിലുള്ള ആളുകൾക്ക് ഈ തെറ്റൊക്കെ ചെയ്താല്, എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് രക്ഷപ്പെടാൻ പഴുതുകളുള്ള ജുഡീഷ്യറിയുടെ ഒരു നിയമത്തിന്റെ മുമ്പിൽ വന്നാൽ മതി. നമുക്കത് മതിയോ? നമുക്ക് പരലോകത്ത് ഒരു പഴുതുമില്ലാത്തൊരു കോടതിയിലേക്ക് പോകാനുള്ള നമുക്ക് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നറിയാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അധർമ്മത്തിന്റെ ഏറ്റവും വലിയ നീരാളിപ്പിടുത്തത്തിൽ ചാടുന്ന പെൺകുട്ടികൾ ആരാച്ചാൽ ഈ സിനിമ സംസ്കാരത്തല്ലോ ഒട്ടൊന്നല്ല നമുക്ക് ലൈംഗികത നൽകിയത്. നമുക്ക് ലൈംഗികമായ ഉത്തേജനം നൽകുന്ന സാധനങ്ങൾ അതൊക്കെ സിനിമകളും സീരിയലുകളും പാട്ടുകളും കൂത്തുകളും ഒക്കെ. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ഒരു നന്മ പോലും ലഭിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് തിന്മകൾ നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഈ അധർമ്മങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട്, ഈ തിന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ പരലോകത്തേക്ക് എത്തും. അവിടെ എത്തുമ്പോൾ നമ്മളെ വെയിറ്റ്, നമ്മളുടെ സാധനങ്ങളൊന്നും വന്നില്ല, നമ്മൾ മാത്രം വന്നു, മുഖം ഇരുണ്ടു. ദാരകം ഖുർആൻ പറയുന്നു, യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ, നരകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കും എന്തേ ഇങ്ങനെ ആകാൻ കാരണമെന്ന്. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. ആളുകൾക്ക് കാണാൻ വേണ്ടി പടച്ച തമ്പുരാൻ അവരെ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അള്ളാഹു പറയും ആ സമയത്ത് ഫഅമ്മാ മൻ തഗാ, അതിന് വിട്ടു പ്രവർത്തിച്ചവർ, അള്ളാഹിന്റെ അതിരും പരിധിയും അതിലംഘിച്ചുകൊണ്ട് ജീവിച്ചവർ, ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ, ഇഹലോകത്തിന്റെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും നേടിയെടുക്കാൻ വേണ്ടി രാപ്പകലില്ലാണ്ട് ഓടി നടന്ന് പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ച മനുഷ്യൻ അള്ളാഹു പറയുന്നു ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ, അഭയകേന്ദ്രം നരകമാണ്. നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ, ഭൗതിക സൗഭാഗ്യങ്ങളുടെ കൂടപ്പറപ്പുകളായി നാം ജീവിച്ചാൽ അവസാനം നാം എത്തിപ്പെടുക നരകത്തിലാണ്. അതാണ് നമ്മളുടെ അഭയകേന്ദ്രം. ഫൈനൽ ജഹീമ ഹിയൽ മഅ്വാ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അധർമ്മത്തിന്റെ അടുത്ത മുഖം, ഈ രാജ്യത്ത് മുഴുവനും നടമാടിക്കൊണ്ടിരിക്കുന്ന മദ്യപാനം. നിങ്ങൾക്കറിയാം, ഈ ഓണത്തിന്റെ ദിവസം കുടിച്ചു തീർത്ത കോടികളുടെ എണ്ണം 20 കോടിയിലധികം കേരളത്തിലെ ആളുകൾ കുടിച്ചു തീർത്തു. 20 കോടി രൂപയുണ്ടെങ്കിൽ എന്തെല്ലാം നിർമ്മാണ പ്രക്രിയകൾ ഈ രാജ്യത്ത് നടത്താൻ കഴിയും?
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ നേരത്തെ തന്നെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസർ വൽ അൻസാബ് വൽ അസ്ലാം, ഭാഗ്യക്കുറി അത് ഒറ്റ നമ്പറായാലും 8 നമ്പറായാലും ഷോടതി നിഷിദ്ധമാണ്, മദ്യപാനം നിഷിദ്ധമാണ്, ചീട്ടുകളി നിഷിദ്ധമാണ്, റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചിക പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയിക്കണമെങ്കിൽ, പരലോകത്തിൽ രക്ഷ ലഭിക്കണമെങ്കിൽ ഇവയെല്ലാം ഉപേക്ഷിക്കണം. മദ്യപാനികളായ ആളുകളുടെ ശിക്ഷ അറിയാം നിങ്ങൾക്ക്? ഇസ്ലാം നിർദ്ദേശിച്ച ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന അലല്ലാഹി അഹ്ദൻ ലിമൻ യശ്റബുൽ മുസ്കിർ, ലഹരി കഴിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അല്ലാഹു അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ്, അൻ യുസ്കിയഹു മിൻ തീനത്തുൽ ഖബാൽ, അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും.